Good evening, Zran. Good evening, Hans, Angel, Deebu, Amy, Arya, Terry. Good evening. കേൾക്കാൻ പറ്റുന്ന മിസ് പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ? Yes, teacher. ഇപ്പൊ കേൾക്കാവോ? ഒരു മിനിറ്റ് മക്കളെ.
ഓക്കെ മക്കളെ, കേൾക്കാൻ പറ്റുന്നുണ്ടോ മിസ് പറയുന്നേ? ഹലോ, ആരുമില്ലേ? മിസ് പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ? മെസ്സേജ് ഇട്ടേ മിസ്സിന്. യെസ്, ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. അപ്പൊ നമുക്ക് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നേ, അതുകൊണ്ടാണ് ഒരു സൈലന്റ് പ്രയറോടുകൂടി സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഓക്കെ മക്കളെ, നമ്മള് മീറ്റ് ചെയ്തിട്ടല്ലേ? ക്രിസ്മസ് ഒക്കെ അടിച്ചു പൊളിച്ചോ എല്ലാവരും? ക്രിസ്മസിന്റെ ഒക്കെ ഹാങ് ഓവറിലായിരിക്കും എല്ലാവരും ഇരിക്കുന്നത്. എന്നാലും കുറച്ചു നേരത്തേക്ക് ശ്രദ്ധിക്കുക കേട്ടോ. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ എന്തായിരുന്നു, നമ്മൾ ലാസ്റ്റിൽ ആകെ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടായിരുന്നു നിങ്ങൾ പോയതെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് നോക്കാം എന്തായിരുന്നു അത്. എന്തായിരുന്നു പഠിച്ചത്? ഓർമ്മയുണ്ടോ? റിഡക്ഷൻ ഫോർമുലാസ് ആയിരുന്നു നമ്മൾ പഠിച്ചത് അല്ലേ? പിന്നെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടല്ലോ മക്കളെ. യെസ്, റിഡക്ഷൻ ഫോർമുലാസ് ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് അല്ലേ? അതിന് മുമ്പായിട്ട് ഈ റിഡക്ഷൻ ഫോർമുല നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. നോക്കിയേ, നമ്മൾ ഫസ്റ്റ് ക്വാഡ്രന്റ്, സെക്കൻഡ് ക്വാഡ്രന്റ്, തേർഡ് ക്വാഡ്രന്റ്, ഫോർത്ത് ക്വാഡ്രന്റ് ഒക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോ നോക്കിക്കേ, ഇവിടെ വരുമ്പോ 0, വീണ്ടും ഒരു പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്താണ് ഇല്ലേ? 360 വന്നു, വീണ്ടും ഒരു പ്രാവശ്യം കൂടെ വരുമ്പോ 4π ആയി. ഇങ്ങനെയാണ് പോകുന്നത്, റൊട്ടേറ്റ് ചെയ്ത് പോകുന്നു. ഇവിടെ വരുമ്പോഴോ 0-യിൽ നിന്നും ഫസ്റ്റ് ക്വാഡ്രന്റിലെ ഈ പോയിന്റിൽ എത്തുമ്പോഴത്തേക്കിന്, അതായത് ആംഗിൾ ഇവിടുന്ന് ഇവിടെ വരെ എത്തുമ്പോഴത്തേക്കിന് 90 ഡിഗ്രി ആവും. ദാറ്റ് ഈസ് π/2 അല്ലേ? വീണ്ടും കറങ്ങി ഇവിടെ എത്തുമ്പോൾ π ആയി. ദെൻ 3π/2, അഗെയിൻ 2π. കണ്ടോ? 2π കഴിഞ്ഞിട്ട് വീണ്ടും 2π + x ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഓക്കെ, അപ്പോ ഈ ഫസ്റ്റ് ക്വാഡ്രന്റ് എന്ന് പറയുന്നത് തീറ്റ അല്ലെങ്കിൽ എക്സ് എന്ന് പറയുന്ന ഫസ്റ്റ് ക്വാഡ്രന്റിലാണ്. അതുപോലെ -6 വരുമ്പോ ഫോർത്ത് ക്വാഡ്രന്റ് നമ്മൾ നേരത്തെ. ഇനി 0 കഴിഞ്ഞിട്ട് ഇപ്പൊ 30, 45 എല്ലാം വരുന്നത് ഏത് ക്വാഡ്രന്റിലാ? ഫസ്റ്റ് ക്വാഡ്രന്റിലാണ് ആണല്ലോ. യെസ്. ദെൻ സെക്കൻഡ് ക്വാഡ്രന്റ് വരുമ്പോഴോ, അതായത് 2π + x വരുന്നത് ഫസ്റ്റ് ക്വാഡ്രന്റിലാണ്. 2π 360 കഴിഞ്ഞിട്ട് വരുന്ന ആംഗിൾസ് ഫസ്റ്റ് ക്വാഡ്രന്റിലാണ് വരുന്നത്. അതുപോലെ തന്നെ π/2 - x വന്നാലും, അതായത് π/2 എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രിയാണ്. 90 ഡിഗ്രി - x എന്ന് പറയുന്ന ആംഗിൾസ് 90 - 30, 90 - 20 ഒക്കെ വരുന്നത് ഫസ്റ്റ് ക്വാഡ്രന്റിലാണ്. അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ആയിട്ടുള്ള കാര്യമാണ്. ദെൻ π/2 + x വരുന്നത് തേർഡ് ക്വാഡ്രന്റിലാണ്. സെക്കൻഡ് ക്വാഡ്രന്റിലാണ് π/2 + x വരുന്നത്. ദിസ് ഈസ് ഫസ്റ്റ് ക്വാഡ്രന്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ആണ്. അപ്പൊ π/2 + x. അതുപോലെ തന്നെ π - x വന്നാലും 180 - x എന്ന് പറയുന്നത് സെക്കൻഡ് ക്വാഡ്രന്റ് ആണ്. സെക്കൻഡ് ക്വാഡ്രന്റ് ആണ്. 180 + x വരുമ്പോ, അല്ലെങ്കിൽ π + x വരുമ്പോ അത് തേർഡ് ക്വാഡ്രന്റ് ആയി. അല്ലെങ്കിൽ 270 - x വന്നാലും അത് ഏത് ക്വാഡ്രന്റ് വരും? തേർഡ് ക്വാഡ്രന്റിലേക്ക് വരും. ഓക്കെ, ദെൻ 270 + x വരുമ്പോഴും 2π - x വന്നാലും ഏത് ക്വാഡ്രന്റാ വരുന്നത്? ഫോർത്ത് ക്വാഡ്രന്റ് ആണ് വരുന്നത്. ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇനി നമ്മൾ റിഡക്ഷൻ ഫോർമുല എഴുതുമ്പോ
ഫസ്റ്റ് വണ് നമ്മൾ ഇതായിരുന്നു നോക്കിയത്. സൈൻ പൈ ബൈ 2 മൈനസ് എക്സ്. പൈ ബൈ 2 മൈനസ് എക്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് ക്വാഡ്രന്റിലെ ആംഗിൾ ആണ്. 90 മൈനസ് എന്ന് പറയുമ്പോ നമുക്ക് ഏത് ക്വാഡ്രന്റാ വരുന്നത്? 90 മൈനസ് ഏത് ആംഗിൾ വന്നാലും എവിടെയാ വരുന്നത്? ഫസ്റ്റ് ക്വാഡ്രന്റിലാണ് വരുന്നത്. ഓക്കെ, അപ്പോ സൈൻ പൈ ബൈ 2 മൈനസ് എക്സ് അതിന്റെ വാല്യൂ നമുക്ക് ട്രിഗ്നോമെട്രിക് ട്രിഗ്നോമെട്രിക് റേഷ്യോസിലെ പൈ ബൈ 2 മൈനസ് എക്സ് വരുമ്പോ അതിന്റെ സൈൻ എന്താണ്, അല്ലെങ്കിൽ അതിന്റെ ആംഗിൾ എന്താണ് വരുന്നത് എന്നാണ് നോക്കുന്നത്. അപ്പൊ സൈൻ പൈ ബൈ 2 മൈനസ് എക്സ് ഞാൻ ഇവിടെ കണ്ടോ, കോസ് എക്സ് എന്നാ വന്നിരിക്കുന്നത്. കോസ് പൈ ബൈ 2 മൈനസ്, ഇത് നിങ്ങൾ 10th പഠിച്ചതാണ്. സൈൻ 90 മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു കോസ് എക്സ്, കോസ് 90 മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു സൈൻ എക്സ്. നമ്മൾ ജസ്റ്റ് അങ്ങനെ പഠിക്കുമായിരുന്നു ചെയ്തത്. പക്ഷെ അത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ നോക്കിക്കോണം കേട്ടോ. ഇപ്പോ പൈ 2 പൈ 3 പൈ മൈനസ് എക്സോ പ്ലസ് എക്സോ വരുവാണെങ്കിൽ സെയിം ഫംഗ്ഷൻ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ പൈ പ്ലസ് എക്സ് എന്ന് വന്നാലും പൈ മൈനസ് എക്സ് എന്ന് വന്നാലും അല്ലെങ്കിൽ 2 പൈ പ്ലസ് എക്സ് എന്ന് വന്നാലും 2 പൈ മൈനസ് എക്സ് എന്ന് വന്നാലും അതുപോലെ തന്നെ 3 പൈ പൈ പ്ലസ് അല്ലെ പൈ മൈനസ് ഇങ്ങനെ വരുമ്പോ നമ്മള് സെയിം ഫംഗ്ഷൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതായത് സൈൻ ആണെങ്കിൽ സൈൻ തന്നെ ആയിരിക്കും ആംഗിൾ വരുന്നത്. ഓക്കെ, ഇനി പൈ അല്ലെ കോസ് ആണെങ്കിൽ കോസ് തന്നെ, ടാൻ ആണെങ്കിൽ ടാൻ തന്നെ, അങ്ങനെ തന്നെ വരും. അതാണ് സെയിം ഫംഗ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി പൈ ബൈ 2 3 പൈ ബൈ 2 5 പൈ ബൈ 2 എക്സെട്ര അങ്ങനെയാണ് വരുന്നതെങ്കിൽ, അതായത് പൈ ബൈ 2 പ്ലസ് എക്സ് ഏതെങ്കിലും ആംഗിൾ ആയിക്കോട്ടെ, പൈ ബൈ 2 മൈനസ് എക്സ് ഇങ്ങനെ വരുമ്പോ, അല്ലെങ്കിൽ 3 പൈ ബൈ 2, നമുക്കിപ്പോ നമ്മൾ 3 പൈ ബൈ 2 വരെ ഉള്ളതാണ് പഠിക്കുന്നത്, ബാക്കി റൊട്ടേറ്റ് ചെയ്ത് വരുന്നു അങ്ങനെ, അതാണ്. അപ്പൊ 3 പൈ ബൈ 2 പ്ലസ് 270 പ്ലസ് 3 പൈ ബൈ 2 മൈനസ് അങ്ങനെ ആംഗിൾസ് വരുമ്പോ നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്? കോ ഫംഗ്ഷൻ ആണ് യൂസ് ചെയ്യുന്നത്. കോ ഫംഗ്ഷൻ നമ്മൾ നേരത്തെ പഠിച്ചതാണല്ലോ, ഓർമ്മയുണ്ടല്ലോ. സൈനിന്റെ കോ ഫംഗ്ഷൻ വരുമ്പോ കോസ് വരും, കോസിന്റെ വരുമ്പോ സൈൻ വരും, ടാനിന്റെ കോട്ട്, കോട്ടിന്റെ ടാന്, കൊസീക്ക് സീക്ക്, സീക്ക് കോട്ട്, നമ്മൾ പഠിച്ചതാണത് അല്ലേ. അപ്പൊ അതാണ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. കൊസീക്കിന്റെ സീക്കും സീക്കിന്റെ കൊസീക്കും ആണ് വരുന്നത്. ഓക്കെ, നോക്കിക്കേ. സൈൻ പൈ ബൈ 2 മൈനസ് എക്സ് കോസ് എക്സ്, അതാ പറയാം പൈ ബൈ 2 വരുന്നുണ്ട്. ഏത് ഫംഗ്ഷനാ വരുന്നത്? കോ ഫംഗ്ഷൻ ആണ്. അതിന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. സൈൻ അല്ല ഏത് ഇതായാലും പൈ ബൈ 2 വന്നു കഴിഞ്ഞാൽ നമ്മൾ കോ ഫംഗ്ഷൻ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ സൈൻ പൈ ബൈ 2 മൈനസ് എക്സ് ഈസ് കോസ് എക്സ്, കോസ് പൈ ബൈ 2 മൈനസ് എക്സ് ഈസ് സൈൻ എക്സ്, ടാൻ പൈ ബൈ 2 മൈനസ് എക്സ് കോട്ട് എക്സ്, കോട്ട് പൈ ബൈ 2 മൈനസ് എക്സ് ടാൻ എക്സ്. കണ്ടോ, സീക് പൈ ബൈ 2 മൈനസ് എക്സ് കൊസീക് എക്സ് ആൻഡ് കൊസീക് പൈ ബൈ 2 മൈനസ് എക്സ് ഈസ് സീക് എക്സ്. പിന്നെ ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പൈ ബൈ 2 മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ ലൈസ് ഇൻ ദി ഫസ്റ്റ് ക്വാഡ്രന്റ്. എല്ലാം പോസിറ്റീവ് ആയതുകൊണ്ട് നമുക്ക് സൈൻ നോക്കേണ്ട ആവശ്യമില്ല, അതെല്ലാം പോസിറ്റീവ് തന്നെയാണ് വന്നിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ. ഇനി അടുത്തത് വരുമ്പോ പൈ ബൈ 2 പ്ലസ് എക്സ്, പൈ ബൈ 2 പ്ലസ് എക്സ് എന്ന് പറയുന്നുണ്ടേ അത് സെക്കൻഡ് ക്വാഡ്രന്റിലാണ് വരുന്നത്. പൈ ബൈ 2 പ്ലസ് എക്സ് സെക്കൻഡ് ക്വാഡ്രന്റിലാണ്. അപ്പൊ പൈ ബൈ 2 വരുമ്പോ എന്താണെന്ന് പറഞ്ഞ് നമ്മള് കോ ഫംഗ്ഷൻ ആണ് വരുന്നത്. സൈൻ വരുന്നുണ്ട് കോസ് ആവും, കോസ് വരുമ്പോ സൈൻ ആവും, ടാൻ വരുമ്പോ കോട്ടാവും. അപ്പൊ കോ ഫംഗ്ഷൻ ആണ് അവിടെ വരുന്നത്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, സെക്കൻഡ് ക്വാഡ്രന്റിൽ ഏതൊക്കെയാണ് പോസിറ്റീവ് ആയിട്ട് വരുന്നത്? ഇൻ ദ സെക്കൻഡ് ക്വാഡ്രന്റ് ASTC ഓർമ്മയുണ്ടല്ലോ. സെക്കൻഡ് ക്വാഡ്രന്റിൽ സൈനും കൊസീക്കും ആണ് പോസിറ്റീവ് ആയിട്ടുള്ളത്. സൈൻ ആൻഡ് ഇറ്റ്സ് റെസിപ്രോക്കൽ ഈസ് പോസിറ്റീവ്. സോ സൈൻ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? സൈൻ പൈ ബൈ 2 പ്ലസ് എക്സ് എന്ന് പറഞ്ഞാൽ പൈ ബൈ 2 വന്നിരിക്കുന്നത് കൊണ്ട് കോ ഫംഗ്ഷൻ ആണ്. സോ നമ്മൾ കോസ് എക്സ് എന്ന് എഴുതി. ഓക്കെ, അതുപോലെ കോസ് പൈ ബൈ 2 പ്ലസ് എക്സ് വരുമ്പോ പൈ ബൈ 2 വന്നിരിക്കുന്നത് കൊണ്ട് കോ ഫംഗ്ഷൻ ആയതുകൊണ്ട് എഴുതി. ഇനിയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? സൈൻ നോക്കണം. പൈ ബൈ 2 പ്ലസ് എക്സ് എന്ന് പറയുന്ന സെക്കൻഡ് ക്വാഡ്രന്റിലാണ്. അവിടെ സൈനും കൊസീക്കും മാത്രമേ പോസിറ്റീവ് ഉള്ളൂ. കണ്ടോ, സൈനും കൊസീക്കിനും മാത്രം പോസിറ്റീവ് കൊടുക്കുക, ബാക്കി എല്ലാം അവിടെ നെഗറ്റീവ് ആണ് വന്നിരിക്കുന്നത്. ഇത് നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കണം. നമ്മൾ ഒരുപാട് അടുത്ത് ഇത് ഉപയോഗിക്കുന്ന, ഇത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇത് മാത്രം ഓർത്തിരുന്നാൽ മതി. പൈ
2π 3π എക്സെട്ര അങ്ങനെ വരുമ്പോ നമ്മൾ എന്ത് ചെയ്യുക, അതിന്റെ കൂടെ പ്ലസോ മൈനസോ വരുവാണെങ്കിൽ സെയിം ഫംഗ്ഷൻ ആണെന്ന് ഓർക്കുക. 5/2 3π/2 5π/2 ഒക്കെ വരുമ്പോ കോ ഫംഗ്ഷനും എഴുതുക. അത്രേ ഉള്ളൂ കാര്യം. ഓക്കെ, ഇനി അടുത്തത് പൈ മൈനസ് എക്സ്. 5/2 പ്ലസ് എക്സും പൈ മൈനസ് എക്സും ഏത് ക്വാഡ്രന്റിൽ തന്നെയാണ് വരുന്നത്? സെക്കൻഡ് ക്വാഡ്രന്റിൽ തന്നെയാണ്. പൈ എന്ന് പറയുമ്പോൾ 180 മൈനസ് എക്സ് വരുമ്പോഴും സെക്കൻഡ് ക്വാഡ്രന്റിലാണ്. അവിടെയും എന്ത് തന്നെയാണ്? സൈനും കൊസീക്കും പോസിറ്റീവാ. ഇവിടെ പൈ ആണ് വന്നിരിക്കുന്നത്. പൈ മൈനസ് എക്സ്. പൈ മൈനസ് എക്സ് എന്ന് പറയുമ്പോ നമ്മൾ സെയിം ഫംഗ്ഷൻ ആണ് ഉപയോഗിക്കുന്നത്. സെയിം ഫംഗ്ഷൻ പൈ വന്നിരിക്കുന്നത് കൊണ്ട് സൈൻ പൈ മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ സൈൻ എക്സ് തന്നെയാണ് വരുന്നത്. കോസ് പൈ മൈനസ് എക്സ് ഈസ് കോസ് എക്സ്. ടാൻ പൈ മൈനസ് എക്സ് ഈസ് ടാൻ എക്സ്. സൈൻ ഇടുന്നത് അവിടെ നിൽക്കട്ടെ. അപ്പൊ നമ്മൾ ആദ്യം സെയിം ഫംഗ്ഷൻ തന്നെ എഴുതുക. പൈ വന്നിരിക്കുന്നത് കൊണ്ട് നമ്മൾ സെയിം ഫംഗ്ഷൻ തന്നെ യൂസ് ചെയ്തു. ഓക്കെ, ഇനിയാണ് നമ്മൾ നോക്കേണ്ടത് പൈ മൈനസ് എക്സ് എന്ന് പറയുന്നത് സെക്കൻഡ് ക്വാഡ്രന്റ് ആണ്. സെക്കൻഡ് ക്വാഡ്രന്റിൽ സൈനും കൊസീക്കും ആണ് പോസിറ്റീവ് വരുന്നത്. ആ സൈനിന്റെയും കൊസീക്കിന്റെയും വാല്യൂസ് നമ്മൾ പോസിറ്റീവ് ആയിട്ട് ഇട്ട് കൊടുക്കുക. സൈൻ പൈ മൈനസ് എക്സ് ഈസ് സൈൻ എക്സ് ആൻഡ് കൊസീക് പൈ മൈനസ് എക്സ് ഈസ് കൊസീക് എക്സ്. ബാക്കി എല്ലാം അവിടെ എന്തായിട്ട് വരും? നെഗറ്റീവ് ആയിട്ട് വന്നു. ഇപ്പൊ ഇച്ചിരി ഇതായി മനസ്സിലായി കാണും. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലാസ്റ്റിൽ ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞു പോയത് കൊണ്ട് കൺഫ്യൂഷൻ ഉണ്ടായിരിക്കാം. അപ്പൊ അടുത്തത് പൈ പ്ലസ് എക്സ്. പൈ എന്ന് പറഞ്ഞാൽ 180 180. അത് നിങ്ങൾ ഓർത്തിരുന്നോ? നിങ്ങൾക്ക് പൈ എന്ന് പറയുമ്പോൾ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, അല്ലെ π/2 എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ, അത് നമ്മള് പൈ എന്ന് പറഞ്ഞാൽ 180. അപ്പൊ π/2 വരുമ്പോ 90 പ്ലസ് 90 മൈനസ് അങ്ങനെ അങ്ങ് ഓർത്തേച്ചാ മതി കേട്ടോ. ഇപ്പൊ 90 ഒക്കെ വരുന്നുണ്ട്. എന്താ വരുന്നത്? കോ ഫംഗ്ഷൻ ആണ് ഉപയോഗിക്കുന്നത്. π/2 കണ്ടോ? നമ്മൾ π/2 3π/2 5π/2 ഒക്കെ വരുന്നുണ്ട്. π/2 എന്ന് പറയുമ്പോൾ 90 കണ്ടോ? 90 270 ഇങ്ങനെ വരുന്നുണ്ട്. നമ്മൾ എന്താണ്? കോ ഫംഗ്ഷൻ ആണ് യൂസ് ചെയ്യുന്നത്. 180 360 അങ്ങനെ വരുമ്പോ നമ്മൾ എന്ത് ചെയ്യും? സെയിം ഫംഗ്ഷൻ യൂസ് ചെയ്യും. അങ്ങനെ ഓർത്തിരുന്നാലും മതി. അടുത്ത പൈ പ്ലസ് എക്സ്. പൈ പ്ലസ് എക്സ് എന്ന് പറയുമ്പോ പൈ പ്ലസ് എക്സ് 180 പ്ലസ് എക്സ് 180 പ്ലസ് എക്സ് എന്ന് പറയുമ്പോ ഏത് ക്വാഡ്രന്റ് ആണ്? തേർഡ് ക്വാഡ്രന്റ് ആണ്. തേർഡ് ക്വാഡ്രന്റിൽ ഏതൊക്കെയാണ് പോസിറ്റീവ്? ആദ്യം അത് എഴുതുന്നതിന് മുമ്പ് 180 പൈ പ്ലസ് വരുന്നുണ്ട്. സെയിം ഫംഗ്ഷൻ തന്നെയാണ്. പൈ വരുമ്പോ സെയിം ഫംഗ്ഷൻ തന്നെയാണ്. അപ്പൊ സൈന് കോസ് ടാന് കൊസിക്ക് സീക്ക് കോട്ടിനും എല്ലാം നമ്മൾ സെയിം ഫംഗ്ഷൻ തന്നെ എഴുതി. ദെൻ പൈ പ്ലസ് എക്സ് തേർഡ് ക്വാഡ്രന്റ് ആണ്. തേർഡ് ക്വാഡ്രന്റിൽ ടാനും കോട്ടും ആണ് പോസിറ്റീവ്. മീൻസ് അതിനാ ടിക്കറ്റ് വെച്ചിരിക്കുന്നത്. ടാനും കോട്ടും മാത്രം പോസിറ്റീവ് ഇടുക, ബാക്കി എല്ലാം നെഗറ്റീവും വരും. ഓക്കെ, ദെൻ അടുത്തത് വന്നത് 3π/2 മൈനസ് എക്സ്. 3π/2 എന്ന് പറയുന്നത് എന്താണ്? 270. π/2 is 90 into 3 270 മൈനസ് എക്സ് എന്ന് പറയുമ്പോ അത് ഏത് ക്വാഡ്രന്റിലാണ് വരുന്നത്? തേർഡ് ക്വാഡ്രന്റിലാണെന്നുള്ള ഓർമ്മയിരിക്കണം. ഇനി 3π/2 വരുന്നുണ്ട്. ഏത് ഫംഗ്ഷനാ വരുന്നത്? കോ ഫംഗ്ഷൻ ആണ് വരുന്നത്. π/2 3π/2 ഒക്കെ വരുമ്പോ കോ ഫംഗ്ഷൻ ആണ് വരുന്നത്. സൈൻ 3π/2 മൈനസ് എക്സ് എന്ന് പറയുമ്പോ കോസ് എക്സ് ആണ് വരുന്നത്. കോ ഫംഗ്ഷൻ ആണ് വരുന്നത്. കോസ് 3π/2 മൈനസ് എക്സ് വരുമ്പോ സൈൻ എക്സ് എന്ന് വരും. ഇനി നമ്മൾ അതിന്റെ സൈൻ നോക്കണം. 3π/2 മൈനസ് എക്സ് എന്ന് പറയുന്നത് തേർഡ് ക്വാഡ്രന്റിൽ ആയതുകൊണ്ട് തേർഡ് ക്വാഡ്രന്റിലെ ASTC ഓർമ്മയുണ്ടോ? അതൊക്കെ ഓൾ ആർ പോസിറ്റീവ്. സൈൻ ആൻഡ് കൊസീക്ക്, ടാൻ ആൻഡ് കോട്ട്. സി വരുമ്പോ എന്താ? കോസ് ആൻഡ് എക്സ് റെസിപ്രോക്കൽ സീക്ക്. കണ്ടോ? അപ്പോ ഇവിടെ തേർഡ് ക്വാഡ്രന്റ് ആയതുകൊണ്ട് ടാനും കോട്ടും ആണ് പോസിറ്റീവ് ആയിട്ട് വരുന്നത്. അതിന് നമ്മൾ പോസിറ്റീവ് കൊടുത്ത് ബാക്കി എല്ലാത്തിനും നെഗറ്റീവ് കൊടുത്തു. ഓക്കെ, ഇനി അടുത്തത് വരുമ്പോ 3π/2 പ്ലസ് എക്സ്. 3π/2 പ്ലസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ വരുന്നത്? എവിടെ വരും? 3π/2 പ്ലസ് എക്സ്, അതായത് 270 പ്ലസ് എക്സ് ആണ് വരുന്നത്. 270 പ്ലസ് എക്സ്. ഇപ്പൊ ആംഗിൾ വരുന്നുണ്ട് ഒരു 300 ഒക്കെ വരുമ്പോ എവിടെയാ വരുന്നത്?
300 ഒക്കെ വരുന്നുണ്ട്. അത് എവിടെ വരും? ഫോർത്ത് ക്വാഡ്രന്റിൽ വരും. 270 പ്ലസ് എക്സ് എന്നാണ് വരുന്നത്. അത് ഫോർത്ത് ക്വാഡ്രന്റ് ആണ്. 3π/2 ആയതുകൊണ്ട് നമ്മൾ കോ ഫംഗ്ഷൻ വീണ്ടും ഉപയോഗിച്ചു. ഓക്കെ, ദെൻ ഇനി ഞാൻ നോക്കട്ടെ. ഫോർത്ത് ക്വാഡ്രന്റിൽ നമുക്ക് കോസും സീക്കും ആണ് പോസിറ്റീവ്. അവിടെ എന്ത് കൊടുത്തു? കോസിനും സീക്കിനും പോസിറ്റീവ് കൊടുത്തിട്ട് ബാക്കി എല്ലാം നെഗറ്റീവ് ആണ്. ക്ലിയർ ആയല്ലോ? അടുത്തത് ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഇത് വെച്ചിട്ടാണ് നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് മിസ് ഇച്ചിരി കൂടെ ഒന്ന് സമയം എടുത്തിട്ട് പറയുന്നത്. എന്തൊക്കെയോ ഒരു പ്രശ്നങ്ങളുണ്ട്. ഓക്കെ, അപ്പൊ നമ്മള് 3π/2 പ്ലസ് എക്സ് വരെ പറഞ്ഞു. ഫോർത്ത് ക്വാഡ്രന്റ് പറഞ്ഞു. ഇനി അടുത്തത് നിങ്ങളുടെ മിസ്സിന് ഒരു ഇൻകൺവീനിയൻസ് ഉണ്ട്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യണേ മക്കളെ. അടുത്തത് സൈൻ 2π - x. 2π - x എന്ന് പറയുമ്പോൾ എന്ത് വരും? 180 - x. 180 - x വരുന്നോണ്ട് മിസ് അത് പിക്ചർ വരച്ച് അവിടെ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി എവിടെ കൊടുത്തിരിക്കുന്നത് 2π ഒക്കെ വരുന്നോണ്ട് എന്താ വരുന്നത്? പൈ 2π ഇതൊക്കെ വരുന്നോണ്ട് എന്ത് വരണമെന്നാ പറഞ്ഞത്? സെയിം ഫംഗ്ഷൻ ആണ്. സെയിം ഫംഗ്ഷൻ സൈൻ തന്നെ. ഓക്കെ, അപ്പൊ നമ്മള് സൈൻ 2π - x അത് സൈൻ എക്സ് എന്ന് തന്നെ എഴുതി. കോസ് 2π - x കോസ് എക്സ് എന്ന് തന്നെ എഴുതി. ഓക്കെ, അത് ഫുള്ളും അങ്ങനെ എഴുതി. ഇനി 2π എന്ന് പറഞ്ഞാൽ 360 ആണ്. 360 മൈനസ് ആംഗിൾ വരുന്ന ഉടനെ മൈനസ് എന്ന് പറയുന്ന ആ ആംഗിള് ബിറ്റ്വീൻ 90 ഡിഗ്രി ആണ് കേട്ടോ. മൈനസ് വരുന്നുണ്ടെ ഇപ്പുറത്തോട്ട് വരരുത് എന്ന് നിങ്ങൾ ചിന്തിക്കും. 90 ഡിഗ്രിക്ക് ഇടയ്ക്കുള്ള ആംഗിൾ ആണ് ഇവിടെ വരുന്നത്. അപ്പോ 360 മൈനസ് എക്സ് വരുന്നുണ്ട്. അത് ഫോർത്ത് ക്വാഡ്രന്റ് ആണ് വരുന്നത്. ഫോർത്ത് ക്വാഡ്രന്റിൽ കോസ് സീക്കും ആണ് പോസിറ്റീവ്. സോ കോസിനും സീക്കിനും നമ്മൾ പോസിറ്റീവ് കൊടുത്തു. ബാക്കി എല്ലാത്തിനും നെഗറ്റീവ് ആണ് വരുന്നത്. ഓക്കെ, ലാസ്റ്റ് വൺ 2π കൊണ്ട് തീർന്നു. പിന്നെ വീണ്ടും നമ്മൾ റൊട്ടേഷൻ വരുവാണ് അല്ലേ? അപ്പൊ 2π കഴിഞ്ഞ് കഴിഞ്ഞാൽ 2π പ്ലസ് എക്സ് വരും. വീണ്ടും അത് ഫസ്റ്റ് ക്വാഡ്രന്റിലേക്ക് വന്നു. 2π പ്ലസ് എക്സ് അത് ഫസ്റ്റ് ക്വാഡ്രന്റിലാണ്. 2π ആയതുകൊണ്ട് സെയിം ഫംഗ്ഷൻ തന്നെയാണ്. സൈൻ 2π പ്ലസ് എക്സ് സൈൻ എക്സ്, കോസ് 2π പ്ലസ് എക്സ് കോസ് എക്സ് അത് സെയിം ഫംഗ്ഷൻ തന്നെ എഴുതി. ഫസ്റ്റ് ക്വാഡ്രന്റിൽ എല്ലാം പോസിറ്റീവ് ആയതുകൊണ്ട് എല്ലാത്തിനും പോസിറ്റീവ് വാല്യൂ കൊടുത്തു. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മള് റിഡക്ഷൻ ഫോർമുലയ്ക്കകത്തുനിന്ന് പഠിക്കുന്നത്. ഇതിന് റിഡക്ഷൻ ഫോർമുലാസ് എന്നാണ് പറയുന്നത്. കണ്ടോ? അപ്പൊ ഇത് ഫുൾ ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോ എന്തെങ്കിലും ഇത് കാണും. തീറ്റ സൈൻ മൈനസ് തീറ്റ കണ്ടോ? സൈൻ തീറ്റ എഴുതിയിരിക്കുക. നമുക്കറിയാം നെഗറ്റീവ് ആംഗിൾ വരുന്നോണ്ട് ഏതൊക്കെയാ പോസിറ്റീവ്? കോസും സീക്കും മാത്രം പോസിറ്റീവ് വരും. അത് നമ്മൾ ആദ്യമേ പഠിച്ചതാ. സൈൻ മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് സൈൻ എക്സ്, കൊസീക് മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് കൊസീക് എക്സ്, കോസ് മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു കോസ് എക്സ്, സീക് മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു സീക് എക്സ്. നെഗറ്റീവ് വരുന്നുണ്ട്. കോസിനും സീക്കിനും മാത്രം അവിടെ പോസിറ്റീവ് ആവും, ബാക്കി എല്ലാം നെഗറ്റീവ് ആകും. അതും കൂടി ഇതിനകത്തോട്ട് വന്നേ ഉള്ളൂ. ഇനി π/2 മൈനസ് തീറ്റ വരുന്നുടനെ സൈൻ π/2 മൈനസ് തീറ്റ ഈസ് കോസ് തീറ്റ. കണ്ടോ? ഫസ്റ്റ് ക്വാഡ്രന്റ് ആയതുകൊണ്ട് എല്ലാം പോസിറ്റീവ് ആണ്. അപ്പൊ നിങ്ങൾ അത് മനസ്സിലായി കാണും. നോക്കുക. ഇനി നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോ അതിലേക്ക് നമുക്ക് വരാം. ഓക്കെ, ക്ലിയർ ആയോ? ഇതിന്റെ ഏകദേശം ഒരു ഐഡിയ കിട്ടിയല്ലോ. ഓരോന്നും ഏത് ക്വാഡ്രന്റിലാ വരുന്നതെന്നൊക്കെ മനസ്സിലായോ? ഏസ് ഓർ നോ? ആർക്കും അനക്കൊന്നുമില്ല. മനസ്സിലായോ മക്കളെ? അലീന, ഓക്കെ. വേറെ ആരും ഇല്ലേ? ഓക്കെ ഓക്കെ ആൻമരിയ. ഓക്കെ ഓക്കെ, താങ്ക് യു ചിൽഡ്രൻ. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങളോട് ഞാൻ ചോദിക്കുന്നത് എങ്ങനെയാണ്. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്
Sin square pi by 6 plus cos square pi by 3 minus tan square pi by 4 equals, prove that this is equal to minus 1 by 2. കണ്ടോ? അപ്പോ ഇത് നമുക്ക് -1/2 ആണെന്ന് പ്രൂവ് ചെയ്യണം. ആദ്യം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ നമ്മൾ ആദ്യം LHS അങ്ങോട്ട് എഴുതും. LHS is equal to ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്താണ്? sin square pi by 6 plus cos square pi by 3 minus tan square pi by 4. നിങ്ങൾക്ക് ഇപ്പൊ തന്നെ ആൻസർ ഒക്കെ കിട്ടി കാണും എല്ലാവർക്കും. നമുക്ക് pi by 6ഉം pi by 3ലും ഒക്കെ വെച്ചിട്ട് തന്നെ ചെയ്താലും മതി. ഇല്ലെങ്കിൽ നമുക്ക്, എനിക്ക് തോന്നുന്നു ചില കുട്ടികൾക്കൊക്കെ ഇതിനെ 30, 60ലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോഴായിരിക്കും കുറച്ചുകൂടെ ഈസി. അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് കൺവേർട്ട് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് മെത്തേഡോ അപ്ലൈ ചെയ്യാം കേട്ടോ. സൈൻ pi by 6, pi by 6 എന്ന് പറഞ്ഞാൽ എത്രയാ? 6 3s are 18, 180 അല്ലേ? അപ്പം 6 into sin pi by 6 എന്ന് പറയുമ്പോൾ 30 ആ വരുന്നത്. sin 30 degree, sin 30 degree പ്ലസ് സൈൻ സ്ക്വയർ ഉണ്ട്. അവിടെ ഒരു കാര്യമുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. Then cos square pi by 3, pi by 3 വരുന്നുണ്ട്. എത്ര വരുന്നത്? 60 degree. So this is cos square 60 degree minus tan square pi by 4. Tan square pi by 4 is 45 degree. ഓക്കെ, ഇനി നിങ്ങൾക്ക് എളുപ്പം വേറൊരു കാര്യം ഓർത്തോണം. ഈ സൈൻ സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് സെയിം ആസ് സൈൻ തീറ്റ ദ ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പൊ നമുക്ക് ഇപ്പൊ സൈൻ സ്ക്വയർ 30 എന്ന് വെച്ചാൽ അതിന്റെ മീനിങ് എന്താണ്? സൈൻ 30 ദ ഹോൾ സ്ക്വയറിനോട് ഈക്വൽ ആണ്. സൈൻ 30 എടുത്തിട്ട് അതിന്റെ ഹോൾ സ്ക്വയർ ചെയ്യുന്നതും സെയിം ആയിരിക്കും. അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇനി വാട്ട് ഈസ് സൈൻ സ്ക്വയർ 30? വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തേച്ചാൽ മതി. സൈൻ 30 ഈസ് 1/2. സോ ദിസ് ഈസ് 1/2 ദ ഹോൾ സ്ക്വയർ പ്ലസ് cos 60 again 1/2 the whole square minus tan 45, tan square 45, tan 45 is 1. So this is 1 square. That is equal to 1/2 the whole square is 1/4 plus again 1/4 minus 1. Okay, 1 square is 1. That is equal to 1/4 plus 1/4 is 2/4 minus 1. 2/4 എന്ന് പറഞ്ഞാൽ 1/2 ആണല്ലോ. 1/2 minus 1. 1/2നകത്ത് 1 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് -1/2 ആണ് കിട്ടുന്നത് അല്ലേ? 1 1/2 മൈനസ് ചെയ്തിട്ട് ഒരു മൈനസ് ഇട്ട് കൊടുക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു RHS. ഇത് ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഡയറക്റ്റ് എങ്ങിട്ട് കൊടുത്തേച്ചാൽ മതി. പക്ഷെ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കത്തില്ല ചോദിക്കുന്നത്. ഇച്ചിരി അതിന്റെ ഇടയ്ക്ക് വേറൊരു കാര്യങ്ങൾ കൂടി വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും ചോദിക്കുന്നത്. ഇത് ക്ലിയർ ആണല്ലോ? ഡയറക്റ്റ് നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്ത് ചെയ്താൽ മതി. ഓക്കെ, ക്ലിയർ അല്ലേ? ഒന്ന് റെസ്പോണ്ട് ചെയ്യും മക്കളെ. ഓക്കെ, ടെറി ഒന്നും ഇല്ലേ ഇവിടെ? കാണുന്നില്ലല്ലോ. ലീന, ഓക്കെ. ഓക്കെ 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 സഞ്ജയ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2 sin square 3π/4 പ്ലസ് നമുക്ക് π/4 ഒക്കെ വരുന്നതാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും അല്ലേ? ഇനി ഇതെങ്ങനെയാ ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം. അൻമരിയക്ക് എന്താ നെറ്റിന് പ്രോബ്ലം വല്ലതും ഉണ്ടോ? 2 sin square 3π/4 പ്ലസ് 2 cos. പ്രൂവ് ദാറ്റ് ആണ് കേട്ടോ. പ്രൂവ് ദാറ്റ് മിസ് പ്രൂവ് ദാറ്റ് എന്നുള്ള അത് ഇടാത്തതാണ്. നിങ്ങൾക്ക് അറിയാമല്ലോ ഇങ്ങനെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ. അപ്പൊ LHS നമ്മൾ എടുത്തു. LHS is equal to, നിങ്ങൾ എഴുതിക്കോണം LHS ഒക്കെ. മിസ് നീ അതും കൂടെ എഴുതണ്ടല്ലോ. ഇനി 2 into
സൈൻ സ്ക്വയർ 3π/4. π/4 എന്ന് പറയുമ്പോ എത്രയാ വരുന്നത്? π/4 45 ഡിഗ്രി ആണ് അല്ലേ? അപ്പൊ 3π/4 എന്ന് പറയുമ്പോ എന്ത് വരും? 3π/4 3 into 45 degree. That is equal to 135 degree എന്ന് വരും. ഓക്കെ, അപ്പൊ ഇവിടെ 2 into സൈൻ സ്ക്വയർ 135 പ്ലസ് 2 into cos സ്ക്വയർ π/4. π/4 എന്ന് പറയുമ്പോൾ 45 ഡിഗ്രി അല്ലേ? ദാറ്റ് ഈസ് cos സ്ക്വയർ 45 ഡിഗ്രി. നിങ്ങൾ എക്സാമിന് എഴുതുമ്പോ LHS is equal to ഒക്കെ എഴുതിയിട്ട് വേണം എഴുതാൻ കേട്ടോ. നിങ്ങൾക്ക് ഒരു സ്റ്റെപ്പായിട്ട് എഴുതിക്കോണം. 2 into sec സ്ക്വയർ π/3. π/3 എന്ന് പറയുമ്പോൾ 60 ഡിഗ്രി വരും. ദാറ്റ് ഈസ് sec സ്ക്വയർ 60 ഡിഗ്രി. ഇതിനാണ് നമ്മൾ വാല്യൂസ് ഒക്കെ പഠിച്ചു വെക്കണമെന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ ഒരു പ്രശ്നമുണ്ട്. 135 ഉണ്ട്. കണ്ടോ, നമുക്ക് 45, 60 സ്റ്റാൻഡേർഡ് വാല്യൂസ് ഒക്കെ അറിയാം, 30, 90 ഒക്കെ. പക്ഷെ 135 നമുക്ക് അറിയണമെങ്കിൽ റിഡക്ഷൻ ഫോർമുലയിലേക്ക് പോകണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ റിഡക്ഷൻ ഫോർമുല പഠിച്ചത്. സൈൻ സ്ക്വയർ 135 അല്ലെ? സൈൻ 135 എന്ന് പറഞ്ഞാൽ, ഇനി ശ്രദ്ധിച്ചിരിക്കണേ, സൈൻ 35 135നെ നമുക്ക് എങ്ങനെ എഴുതാം? സൈൻ 135 ഇതിനെ നമുക്ക് രണ്ട് രീതിയിൽ എഴുതാം. ഏതൊക്കെ രീതിയിലാ? 90 പ്ലസ് ആക്കി എഴുതാം, അല്ലെങ്കിൽ 180 മൈനസ് ആക്കിയും എഴുതാം, ഇല്ലേ? മിസ് രണ്ട് രീതിയിലും കാണിക്കാം. ദാറ്റ് ഈസ് സൈൻ 90 പ്ലസ് 45 എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ ഇത് 135 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 90 പ്ലസ് 45നോട് ഈക്വൽ ആണ്. സൈൻ 90 പ്ലസ് 45, 90 പ്ലസ് വരുന്ന ഉടനെ എന്താ സംഭവം വരുന്നത്? 90 പ്ലസ് വരുന്ന ഉടനെ കോ ഫംഗ്ഷൻ വരും, ആണോ? 90 പ്ലസ് 45, 90 പ്ലസ് 90 എന്ന് പറഞ്ഞാൽ പൈ ആണ്, സോറി π/2. π/2 പ്ലസ് 45 എന്നാ വന്നിരിക്കുന്നത്. π/2 പ്ലസ് 45 വരുന്നോണ്ട് ഏത് ഫംഗ്ഷനാ വരുന്നത്? π/2, 3π/2 ഒക്കെ വരുന്നോണ്ട് കോ ഫംഗ്ഷൻ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ cos 45 എന്നാണ് വരുന്നത്. cos 45 ഡിഗ്രി എന്ന് വരും. അപ്പൊ സൈൻ 90 പ്ലസ് 45 എന്ന് പറഞ്ഞാൽ cos 45 ആണ്. അതിനാണ് നമ്മൾ മുമ്പേ പഠിച്ചത്. ഓക്കെ, ഇനി ഒരു കാര്യം അറിഞ്ഞിരിക്കേണ്ടത്, സൈൻ 90 പ്ലസ് എന്ന് പറയുമ്പോൾ ഏത് ക്വാഡ്രന്റിലാണ് വരുന്നത്? സൈൻ 90 പ്ലസ് വരുമ്പോ ഏത് ക്വാഡ്രന്റാ വരുന്നത്? ഇറ്റ് ഈസ് ഇൻ ദി സെക്കൻഡ് ക്വാഡ്രന്റ് അല്ലേ? സെക്കൻഡ് ക്വാഡ്രന്റ് ആണ്. സെക്കൻഡ് ക്വാഡ്രന്റിൽ ഏതൊക്കെയാ പോസിറ്റീവ്? സൈൻ ആൻഡ് എക്സ് റെസിപ്രോക്കൽ ഈസ് പോസിറ്റീവ്. സൈൻ പോസിറ്റീവ് ആണ്, അതുകൊണ്ട് ഇവിടെ നെഗറ്റീവ് ഒന്നും ഇടേണ്ട ആവശ്യമില്ല. ദിസ് ഈസ് കോസ് 45 ഡിഗ്രി. അപ്പൊ സൈൻ 135 എന്ന് പറഞ്ഞാൽ കോസ് 45 ഡിഗ്രിയോട് ഈക്വൽ ആണ്. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് സൈഡിലോട്ട് ചെയ്തിട്ട് ഇവിടെ എഴുതിയാലും മതി, അല്ലെങ്കിൽ ഇവിടെ തന്നെ ഡയറക്റ്റ് ചെയ്ത് കൊടുത്താലും മതി, അത് നിങ്ങളുടെ ഇഷ്ടം. ഓക്കെ, അപ്പോ ദാറ്റ് ഈസ് ഈക്വൽ നമ്മൾ എടുത്തിട്ടുള്ളായിരുന്നു. അപ്പൊ ഇവിടെ സൈൻ സ്ക്വയർ വരുമ്പോൾ കോസ് സ്ക്വയർ എന്ന് വരും. കോസ് സ്ക്വയർ 45 ഡിഗ്രി എന്ന് വരും. ഇനി ഇത് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? 180 മൈനസിലേക്ക് ആക്കാൻ പറ്റും, ഇല്ലേ? 180 മൈനസ് ആക്കാൻ പറ്റത്തില്ലേ? എത്ര വരും അപ്പോ? 180 മൈനസ് എത്രയാ? 45 തന്നെയാണ് വരുന്നത്, ഇല്ലേ? ദിസ് ഈസ് സൈൻ 180 മൈനസ് 45 എന്ന് എഴുതാം. ഓക്കെ, 180 മൈനസ് എന്ന് പറഞ്ഞാലും അത് സെക്കൻഡ് ക്വാഡ്രന്റിൽ തന്നെയാണ്, സൈൻ പോസിറ്റീവ് ആണ്. 180 മൈനസ് വരുമ്പോ എന്താ വരുന്നത്? 180 എന്ന് പറയുമ്പോൾ പൈ വരുന്നുണ്ട്, സെയിം ഫംഗ്ഷൻ തന്നെയാണ്. ദാറ്റ് ഈസ് സൈൻ 45. സൈൻ 45ന്റെ വാല്യൂ എത്രയാ കിട്ടുന്നത്? സൈൻ 45 എത്ര തന്നെയാ? 1/2
√2 തന്നെയാണ്. cos 45 എത്ര തന്നെയാ? 1/√2 തന്നെയാണ്. ഓക്കെ, അപ്പൊ എങ്ങനെ ചെയ്താലും നമുക്ക് ആൻസർ ആണ് കിട്ടുന്നത്. 2 ഇൻറ്റു ഏതെങ്കിലും ഒരെണ്ണം അപ്ലൈ ചെയ്താൽ മതി കേട്ടോ. cos സ്ക്വയർ 45 അത് അങ്ങനെ തന്നെ എഴുതുക. cos സ്ക്വയർ 45 cos 45 എത്രയാ വാല്യൂ വരുന്നത്? ദാറ്റ് ഈസ് 1/√2. 1/√2ന്റെ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു സീക് സ്ക്വയർ 60. സീക്ക് എന്ന് പറയുമ്പോ എന്തിന്റെ റെസിപ്രോക്കലാ വരുന്നത്? ഏതിന്റെ റെസിപ്രോക്കലാ? കോസിന്റെ റെസിപ്രോക്കൽ ആയിട്ട് വരും. അപ്പം cos 60 എത്രയാണോ? cos 60 എന്ന് പറയുമ്പോൾ നമുക്ക് 1/2 കിട്ടും. അതിന്റെ റെസിപ്രോക്കൽ വരുമ്പോ 2 ആണ് വരുന്നത്. സീക് സ്ക്വയർ 60 എന്ന് പറയുമ്പോ 2ന്റെ സ്ക്വയർ എന്നാണ് വരുന്നത്. അത് പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പോ അഗെയിൻ 2 ഇൻറ്റു ഇവിടെ 1/√2ന്റെ സ്ക്വയർ തന്നെയാണ്. 1/√2 സ്ക്വയർ പ്ലസ് ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് എഴുതുക. 2 ഇൻറ്റു 1/√2ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 1/2 ആണ് വരുന്നത്. പ്ലസ് 2 2s are 4 2s are 8 വരും. ഇത് 2 കൂടെ ക്യാൻസൽ ആയി പോകും. അഗൈൻ ഇവിടെ അങ്ങനെ തന്നെയാണ് വരുന്നത്. 2 ഇൻറ്റു 1/2 √2ന്റെ സ്ക്വയർ വരുമ്പോൾ 2 വരും. പ്ലസ് 1 പ്ലസ് 8 അല്ലേ? ഇത് ക്യാൻസൽ ആയി പോകും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 പ്ലസ് 1 പ്ലസ് 8 ഈസ് ഈക്വൽ ടു 10 ഈസ് ഈക്വൽ ടു RHS. ക്ലിയർ ആയോ? ഇവിടെ ഒറ്റ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, സൈൻ സ്ക്വയർ 135. ഇനിയും ഇവിടെ ഇതിങ്ങനെ ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഡയറക്റ്റ് എന്നിട്ട് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ട് ചെയ്താലും മതി കേട്ടോ. ഇച്ചിലൂടെ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതിയെന്നേ ഉള്ളൂ. ക്ലിയർ ആയോ? അപ്പൊ ഇവിടെ എന്താ ചെയ്തത്? 3π/4. ഇതിന്റെ വാല്യൂസ് നമുക്ക് അറിഞ്ഞിരിക്കണം. 45 ഡിഗ്രി 60 ഡിഗ്രി ഒക്കെ എന്താണെന്ന് അറിയാതെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങളുടെ ഗ്ലാസ് ടേബിളിൽ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? നിങ്ങൾ അത് നോക്കി എഴുതാമെന്ന് വിചാരിച്ചിരിക്കുകയായിരിക്കും. പക്ഷെ കുറച്ച് നമ്മൾ പഠിച്ചു വെച്ചേക്കണം കേട്ടോ. അപ്പോ സൈൻ സ്ക്വയർ 135നെ ഇവിടെ മാറ്റി. സൈൻ 135 എന്ന് പറഞ്ഞാൽ സൈൻ 90 പ്ലസിലേക്ക് ആക്കി, അല്ലെ 180 മൈനസിലേക്ക് ആക്കിയിട്ട് ചെയ്തു. ബാക്കിയെല്ലാം സെയിം ഇത് കൊടുക്കുന്നതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. യെസ്, ഇവിടെ അതുപോലെ തന്നെ LHS എടുത്തു. 2 സൈൻ സ്ക്വയർ π/6. π/6 എന്ന് പറയുമ്പോ എത്രയാ? 30 ഡിഗ്രി പ്ലസ് കൊസീക് സ്ക്വയർ. അത് നമുക്ക് ചെയ്ത് നോക്കണം മുമ്പത്തെ പോലെ തന്നെ. 7π/6 ആണ് വന്നിരിക്കുന്നത്. 7π/6. ഇതിനെ വേണമെങ്കിൽ π പ്ലസ് π/6 ഒക്കെ വെച്ചിട്ട് വേണേലും ചെയ്യാം കേട്ടോ. നിങ്ങൾ ഏത് രീതിയിലാണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ചിട്ട് ചെയ്യുക. ഇച്ചിരൂടെ സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡാണ് മിസ് പറയുന്നത്. അപ്പോ π/6 എന്ന് പറയുമ്പോൾ 30 ഡിഗ്രി ആണ്. π/6 30. അപ്പൊ 7π/6 എന്ന് പറയുമ്പോ 7 ഇൻറ്റു 30. ഓക്കെ, that is equal to 210 ഡിഗ്രി. അപ്പോ കൊസീക് സ്ക്വയർ 210 ആണ് വന്നിരിക്കുന്നത്. കൊസീക് സ്ക്വയർ 210 അല്ലേ? അപ്പൊ അവിടെ ഇത് എഴുതാം. ദാറ്റ് ഈസ് കൊസീക് സ്ക്വയർ. അത് എത്രയാ വാല്യൂ എന്ന് എഴുതിയാൽ മതി, അല്ലെ വീണ്ടും വീണ്ടും നമുക്ക് എഴുതേണ്ടി വരും. കൊസീക് സ്ക്വയർ 210 എന്ന് പറഞ്ഞാൽ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 180 പ്ലസ് ആക്കി എഴുതാം, അല്ലെങ്കിൽ 270 മൈനസ് ആക്കി എഴുതാം ഇല്ലേ? ആണല്ലോ. 270 മൈനസ് 60 എഴുതാം, 180 പ്ലസ് 30 എഴുതാം. ഞാൻ 180 പ്ലസ് 30 എഴുതാം. ഓക്കെ, കൊസീക് സ്ക്വയർ നിങ്ങളുടെ ഇഷ്ടം കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൂട്ട് എഴുതാം. കൊസീക് സ്ക്വയർ 180 പ്ലസ് 30. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 180 എന്ന് പറയുമ്പോൾ പൈ ആണ്. പൈ പ്ലസ് പൈ വരുന്നുണ്ട്, സെയിം ഫംഗ്ഷൻ തന്നെയാണ് വരുന്നത് അല്ലേ? കൊസീക് 210 എന്ന് പറയുമ്പോൾ എന്ത് തന്നെ വരും? സെയിം ഫംഗ്ഷൻ ആണ്. പൈ പ്ലസ് വന്നിരിക്കുക. 270 മൈനസ് വരുവാണെങ്കിൽ കോ ഫംഗ്ഷൻ വരും. അത് നിങ്ങൾ അതിനനുസരിച്ച് ചെയ്യുക. അപ്പോ സെയിം ഫംഗ്ഷൻ വരുമ്പോ കൊസീക്ക് 30 തന്നെ വരും. ഇത്രയും എഴുതി വെച്ചാൽ പോരെ. ഇവിടെയാണ് നമുക്ക് എപ്പോഴും
തെറ്റാൻ സാധ്യതയുള്ളത്. കൊസീക് 180 കൊസീക് സ്ക്വയർ 180 പ്ലസ് 30 ആ 180 പ്ലസ് വരുന്നതാണ് നമ്മൾ ഓർക്കുക. അത് പൈ പ്ലസ് എക്സ് ആണ്. പൈ പ്ലസ് എക്സ് എന്ന് പറയുന്നുണ്ട് നമുക്ക് സെയിം ഫംഗ്ഷൻ തന്നെയാണ് വരുന്നത്. കൊസിക് 30 എന്ന് എഴുതി വെച്ചു. പക്ഷെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറൊരു കാര്യം ഇവിടെ ഉണ്ട്. പൈ പ്ലസ് 30 എന്ന് പറയുമ്പോ അത് ഏത് ക്വാഡ്രന്റിലാ വരുന്നത് നോക്കണം. പൈ പ്ലസ് 30 പൈ പ്ലസ് എന്ന് പറയുമ്പോ ഇവിടെയാണ് വരുന്നത്. പൈ പ്ലസ് പൈയുടെ കൂടെ 30 ഡിഗ്രിയും കൂടെ വരികയാണ്. തേർഡ് ക്വാഡ്രന്റിൽ ഏതൊക്കെയാണ് പോസിറ്റീവ്? ടാനും കോട്ടും ആണ് പോസിറ്റീവ്. അത് ഓർമ്മയിരിക്കണം. അപ്പൊ നമ്മൾ എന്ത് കൊടുക്കണം? കൊസീക്കിന് മൈനസ് കൊടുക്കണം. ഓക്കെ, അപ്പോ ഇവിടെ മൈനസ് കൊസീക് സ്ക്വയർ 30 ദ ഹോൾ സ്ക്വയർ എന്ന് ഇതിനെ എഴുതാം. സോറി, മൈനസ് കൊസീക് 30 ദ ഹോൾ സ്ക്വയർ അല്ലെങ്കിൽ മൈനസ് കൊസീക് സ്ക്വയർ 30. 2 സ്റ്റെപ്പ് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞു. ഓക്കെ, മൈനസ് കൊസീക് സ്ക്വയർ 30 എന്ന് എഴുതാം. ഇവിടെ എഴുതി ഇങ്ങനെ ചെയ്തത് കൊണ്ട് ഞാൻ അവിടോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തതേ ഉള്ളൂ. ഇൻറ്റു, അവിടെ ഇൻറ്റു ആണ് കേട്ടോ, തെറ്റിപ്പോകരുത്. ഇൻറ്റു കോസ് സ്ക്വയർ പൈ ബൈ 3. കോസ് സ്ക്വയർ പൈ ബൈ 3 is 60. So this is 60. Okay, minus cosec square 30 into cos square 60. That is equal to 2 into sin square 30. That is sin 30 the whole square. Sin 30 is 1 by 2. 1 by 2 the whole square plus minus cosec square 30. Cosec square 30 എത്രയാണ്? sin 30 യുടെ reciprocal, that is 2. sin 30 എന്ന് പറയുമ്പോൾ 1 by 2 ആണ്. അപ്പൊ cosec 30 വരുമ്പോൾ അതിന്റെ reciprocal 2 വരും അല്ലെ. അപ്പൊ മൈനസ് 2ന്റെ സ്ക്വയർ വരും. മൈനസ് 2 സ്ക്വയർ മൈനസ് cosec 30 the whole square എന്നാണ് വരുന്നത്. ഓക്കെ, ഇൻറ്റു cos square 60. cos 60 എന്ന് പറയുമ്പോൾ എത്രയാ വരുന്നത്? 1 by 2. So 1 by 2ന്റെ സ്ക്വയർ. ഓക്കെ, ദാറ്റ് ഈസ് 2 ഇൻറ്റു, എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. 1 by 4 പെട്ടെന്ന് എഴുതുന്നുണ്ടേ. പ്ലസ് മൈനസ് 2 സ്ക്വയർ ഈസ് 4 ഇൻറ്റു 1 by 4. ഓക്കെ, then 4 and 4 cancels. That is equal to 1 by 2 plus 1. ഇത് സെപ്പറേറ്റ് ആയിട്ടാണ് കേട്ടോ. 4 കട്ട് ചെയ്ത് 1 plus 1 എന്ന് പറയുമ്പോൾ 1 plus 2 by 2. 2 LCM എടുത്തു. That is equal to 3 by 2. That is equal to RHS. ക്ലിയർ ആയോ? ക്ലിയർ ആയോ മക്കളെ? ഓക്കെ, ഇവിടെ ഒന്നുമില്ല. ഈ ഒരു കാര്യം മാത്രം നമ്മൾ ചേഞ്ച് ചെയ്തു. ബാക്കിയൊക്കെ സ്റ്റാൻഡേർഡ് വാല്യൂസ് നമുക്ക് അറിയാവുന്നതാണ്. അത് പഠിച്ചിട്ട് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഒരു റിഡക്ഷൻ ഫോർമുല അവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കോട്ട് സ്ക്വയർ 5 by 6 പ്ലസ് കൊസീക് സ്ക്വയർ 5 pi by 6 പ്ലസ് 3 ടാൻ സ്ക്വയർ 5 by 6 is equal to 6. നിങ്ങൾ തന്നെ ഒന്ന് ചെയ്തേ. മിസ് ചെയ്യാം, നിങ്ങളും കൂടെ ചെയ്യാം. ഓക്കെ, എന്നിട്ട് ആൻസർ പറയണം ആദ്യമേ. ആൻസർ മിസ് മെസ്സേജ് അയക്കാം. LHS കോട്ട് സ്ക്വയർ 30 പ്ലസ് കുറച്ചല്ലെങ്കിൽ മിസ് ചെയ്യാം കൊസിക് 5 pi by 6. ഇതൊക്കെ അറിഞ്ഞിരിക്കണം കേട്ടോ. 5 by 6 is 30. അപ്പൊ 5 into 30 150. ഇങ്ങനെ എഴുതുന്നതല്ലേ എളുപ്പം. നമുക്ക് ഡിഗ്രിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ എളുപ്പം.
കേട്ടോ. അപ്പൊ കൊസീക് 150 ആണ് മാറ്റേണ്ടത്. അവിടെ സ്ക്വയർ ഒന്നും ഇല്ല, ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെയാണ്, കൊസീക് എന്ന് തന്നെയാണ്. കൊസീക് 150. കൊസീക് 150യെ നമുക്ക് എങ്ങനെ മാറ്റാം? 90 പ്ലസ് ആക്കാം, അല്ലെങ്കിൽ 180 മൈനസ് ആക്കാം, അത് നിങ്ങളുടെ ഇഷ്ടം കേട്ടോ. നമുക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ചെയ്യുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 90 പ്ലസ് 60 ചെയ്യാം. ഓക്കെ, കൊസീക് 90 പ്ലസ് 60. 90 എന്ന് പറയുമ്പോൾ 5/2 ആ. 5/2 വരുന്നുണ്ട്, കോ ഫംഗ്ഷൻ വരും, ആണോ? യെസ്, ദാറ്റ് ഈസ് ഈക്വൽ ടു കൊസീക്കിന്റെ കോ ഫംഗ്ഷൻ വരുമ്പോ സീക്ക് ആണ്, സീക്ക് 60. പിന്നെ ഒരു കാര്യം നോക്കേണ്ടത്, 90 പ്ലസ് വരുമ്പോ എവിടെയാ വരുന്നത്? സെക്കൻഡ് ക്വാഡ്രന്റ് അല്ലേ? സെക്കൻഡ് ക്വാഡ്രന്റിൽ കൊസീക്ക് എന്താണ്? കൊസീക്ക് ആണ് നോക്കട്ടെ കേട്ടോ, ആൻസർ കിട്ടിയതല്ല. കൊസീക്ക് ന്റെ വാല്യൂ ആണ് സെക്കൻഡ് ക്വാഡ്രന്റിൽ, പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നോക്കേണ്ടത്. സെക്കൻഡ് ക്വാഡ്രന്റ് അറിയാമല്ലോ, സൈനും കൊസീക്കും ആണ് പോസിറ്റീവ്. സോ ഇത് പോസിറ്റീവ് ആണ്, 660 എന്ന് തന്നെ കൊടുത്തുവെച്ചാൽ മതി. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് കൊടുക്കുക? ദാറ്റ് ഈസ് സെയിം ആസ് 660 പ്ലസ് 3 tan സ്ക്വയർ 30. ഇനി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്നിട്ട് ആൻസർ മിസ്സിന് അയച്ചേ. കോട്ട് സ്ക്വയർ 30 അതുപോലെ 1/tan നോക്കിയാൽ മതി കേട്ടോ. അറിയാൻ വയ്യാങ്കിൽ, കോട്ടിന്റെ വാല്യൂ അറിയാൻ വയ്യാങ്കിൽ കോട്ട് സ്ക്വയർ 30 ഈക്വൽ ടു 1/tan സ്ക്വയർ 30 നോക്കിയാൽ മതി. tan സ്ക്വയർ 30യുടെ റെസിപ്രോക്കൽ എടുത്താൽ മതി, tan 30യുടെ റെസിപ്രോക്കൽ. ആൻസർ 6 തന്നെ കിട്ടിയോ എന്നാണ് അറിയേണ്ടത്. നമുക്ക് പ്രൂവ് ചെയ്യാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട് 6 എന്ന്, 6 ഈക്വൽ ടു 6 എന്നാണ് നമുക്ക് കാണിക്കേണ്ടത്. പ്രൂവ് ദാറ്റ്. വേഗം വേഗം ചെയ്യാം, അടുത്ത് പഠിക്കണം നമുക്ക്. കിട്ടിയ ആൻസർ 6 എന്ന്? നിങ്ങളൊരു മെസ്സേജ് ഒന്ന് മിസ്സിന് അയച്ചേ. ഓക്കെ ഓക്കെ ആൻമരിയ, ഇപ്പോഴാണ് കാണുന്നത്. കിട്ടി? അൻമരിയക്ക് മാത്രമേ കിട്ടിയുള്ളോ? ക്രിസ്മസിന്റെ ആഘോഷം കേക്ക് കഴിച്ചോണ്ടാണോ പഠിക്കുന്നത്? ഇവിടെ ഇത് ഓണാക്കി വെച്ചിരിക്കുകയാണോ? ചെയ്ത് നോക്കുന്നില്ലായിരിക്കും അല്ലേ? ക്രിസ്മസ് ന്യൂ ഇയറിന്റെ ഒക്കെ. സഞ്ജയ് കിട്ടി? ഓക്കെ. ഡൊമിനിക് ജോർജ് ഓക്കെ. ആൻമരിയ ദേവസ്യ. സിക്സ് കിട്ടി? ഇത്രയും പേരെ ഉള്ളോ ഇതിനകത്ത്? അതോ ബാക്കിയുള്ളവർക്കൊന്നും മനസ്സിലായില്ലേ? ക്ലിയർ ആയോ? യെസ് അലീന, റോസ്മി. ഓക്കെ, എന്തൊക്കെയായിരുന്നു വാല്യൂസ്? കോട്ട് സ്ക്വയർ 30, ദാറ്റ് ഈസ് √3 സ്ക്വയർ, √3 the whole square പ്ലസ് 660. 660യുടെ വാല്യൂ എത്രയാണ് കിട്ടിയത്?
2 plus 3 into tan square, that is 1/3 ആണോ? That is equal to 3 plus 2 plus ഇവിടെ 3 into 1/3 കണ്ടോ? ഇത് ക്യാൻസൽ ചെയ്യണം കേട്ടോ, കട്ടായി പോയി. plus 1, that is equal to 6 is equal to RHS. Okay. Next question. That's an important question. Simple. ഇതിനകത്ത് നമ്മള് 16 ഡിഗ്രി ഒന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അതിനകത്ത് ഡയറക്റ്റ് തന്നെ ആൻസറുകൾ കിടപ്പുണ്ട്. cos pi plus x, that is LHS എടുത്തു കേട്ടോ, LHS എടുക്കുക. cos pi plus x, pi plus x, pi plus x എന്ന് പറയുമ്പോ ഏത് ക്വാഡ്രന്റിലാ വരുന്നത്? pi ഇതാണ്, ഇത് 0, this is pi by 2, 3 pi by 2. pi plus x എന്ന് പറയുമ്പോ തേർഡ് ക്വാഡ്രന്റ് ആണ്. തേർഡ് ക്വാഡ്രന്റിൽ കോസ് എന്താണ് വരുന്നത്? തേർഡ് ക്വാഡ്രന്റ് pi plus x എന്താണ് കോസ് എന്ന് പറയുന്നത്? പൈ വരുന്നുണ്ട് എന്ത് ചെയ്യും നമ്മള്? കോസ് പൈ പ്ലസ് എക്സ്. പൈ വരുമ്പോ ഏത് ഫംഗ്ഷനാ വരുന്നത്? സെയിം ഫംഗ്ഷൻ തന്നെയാണ്. അപ്പൊ നമ്മൾ കോസ് എക്സ് എന്ന് തന്നെ എടുക്കും. കോസ് എക്സ് എന്ന് തന്നെ എഴുതി. സെയിം ഫംഗ്ഷൻ ആയതുകൊണ്ട് കോസ് എക്സ് തന്നെ വന്നു. പിന്നെന്താ ചെയ്യേണ്ടത്? പൈ പ്ലസ് എക്സ് വരുന്നുണ്ട്. ഇവിടെ ടാനും കോട്ടും മാത്രമേ ഉള്ളൂ പോസിറ്റീവ് ആയിട്ട് വരുന്നത് അല്ലേ? അപ്പൊ അവിടെ എന്ത് വരും? മൈനസ് ആണ് വരുന്നത്. മൈനസ് കോസ് എക്സ്, മൈനസ് കോസ് എക്സ്. ഓക്കെ, ഇനി അടുത്ത എന്താണ്? അപ്പൊ കോസ് പൈ പ്ലസ് എക്സിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? മൈനസ് കോസ് എക്സ്. ഇനി അടുത്തത് കോസ് ഓഫ് മൈനസ് എക്സ്. കോസ് മൈനസ് എക്സ്. കോസ് ഓഫ് മൈനസ് എക്സ് ഈസ് എനിവൺ? കോസ് മൈനസ് എക്സ് പഠിച്ചല്ലേ? ഒന്ന് മെസ്സേജ് അയക്കേ. ആരും ഇല്ലേ ഇവിടെ? cos of minus x is cos x. Okay, into cos x divided by, നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ മക്കളെ? ഇല്ലെങ്കിൽ പറയണേ. sin pi minus x, sin pi minus x. pi minus x എന്ന് പറയുമ്പോ ഏത് ക്വാഡ്രന്റിൽ പോവും? ഇവിടെയാണ് പൈ മൈനസ് എക്സ്. നിങ്ങൾ അത് ചെറുതായിട്ടൊന്ന് വരച്ച് മനസ്സിലാക്കി വെക്കണം. പൈ എന്ന് പറയുമ്പോ 180 ആണ്. 180 മൈനസ് എക്സ് എന്ന് പറയുമ്പോ സെക്കൻഡ് ക്വാഡ്രന്റ് ആണ് അല്ലേ? അപ്പോ സൈൻ പൈ മൈനസ് എക്സ്, സൈൻ പൈ മൈനസ് എക്സ് എന്ന് പറയുമ്പോ സെക്കൻഡ് ക്വാഡ്രന്റിലാണ്. പൈ വരുന്നുണ്ട് എന്താണ്? സെയിം ഫംഗ്ഷൻ തന്നെയാണ്. സോ സൈൻ എക്സ് തന്നെയാണ്. സെക്കൻഡ് ക്വാഡ്രന്റ് ആയതുകൊണ്ട് ഇത് സെക്കൻഡ് ക്വാഡ്രന്റ് ആണ്. സെക്കൻഡ് ക്വാഡ്രന്റ്. ഇവിടെ തേർഡ് ക്വാഡ്രന്റ്. ഇതൊക്കെ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ സെക്കൻഡ് ക്വാഡ്രന്റിൽ സൈൻ പോസിറ്റീവ് ആണ് അല്ലേ? ഇവിടെ സൈൻ പോസിറ്റീവ് ആണ്. സൈനും കൊസീക്കും ആയതുകൊണ്ട് ഇവിടെ പോസിറ്റീവ് തന്നെയാണ് വരുന്നത്. സോ ദിസ് ഈസ് സൈൻ എക്സ് ഇൻറ്റു. സൈനും കോസും കേട്ടിട്ട് എല്ലാവരും തല ഇറങ്ങിയെന്ന് തോന്നുന്നു. ആരും ഇല്ല ഇവിടെ. കോസ് പൈ ബൈ 2 പ്ലസ് എക്സ്. പൈ ബൈ 2. പൈ ബൈ 2 വരുന്നുണ്ട് എന്താ വരുന്നത്? കോസ് പൈ ബൈ 2 പ്ലസ് എക്സ്. മറ്റേ ഇടയ്ക്ക് ആരെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ പറയുന്നതായിരുന്നു. ഇല്ലെങ്കിൽ മെസ്സേജ് എങ്കിലും അയക്കും മിസ്സിന് കേട്ടോ. പൈ ബൈ 2, പൈ ബൈ 2 പ്ലസ് എക്സ് വരുമ്പോ പൈ ബൈ 2 വരുന്നുണ്ട് എന്താണ്? കോ ഫംഗ്ഷൻ വരും. കോസിന്റെ കോ ഫംഗ്ഷൻ വരുമ്പോ സൈൻ എക്സ് ആണ് വരുന്നത്. സൈൻ എക്സ് ആണ്. ഇനി നോക്കേണ്ടത് പൈ ബൈ 2 പ്ലസ് എക്സ്. പൈ ബൈ 2 പ്ലസ് എക്സ് എന്ന് പറയുമ്പോ എവിടെയാ വരുന്നത്? പൈ ബൈ 2 പ്ലസ് എക്സ് ഇതാ ഇവിടെ വരും. ഇത് പൈ ബൈ 2. അപ്പൊ പൈ ബൈ 2 പ്ലസ് എക്സ് എന്ന് പറയുമ്പോ ഇങ്ങോട്ട് വരും. പൈ ബൈ 2 പ്ലസ് എക്സ്. അവിടെ സൈനും
കൊസീക്കും മാത്രമേ ഉള്ളൂ പോസിറ്റീവ്. അപ്പൊ കോസ് മൈനസ് ആണ് വരുന്നത്, മൈനസ് സൈൻ എക്സ് എന്ന് വരും. ഓക്കെ, അപ്പൊ ഇവിടെ മൈനസ് സൈൻ എക്സ് എന്ന് വന്നു. ഡയറക്റ്റ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോളൂ. മറ്റേതാകുമ്പോൾ നിങ്ങൾക്ക് 60-30 ഒക്കെ പഠിക്കണമെന്നേ ഉള്ളായിരുന്നു. ഇത് പക്ഷെ നമ്മൾ റിഡക്ഷൻ ഫോർമുല ഫുള്ളും അപ്ലൈ ചെയ്തിരിക്കുകയാണ് അല്ലേ. അപ്പൊ കോസ് പൈ പ്ലസ് എക്സ്, പൈ പ്ലസ് എക്സ് എന്ന് പറയുമ്പോൾ ഓർത്തോണം 180 പ്ലസ് ആണ്, അത് തേർഡ് ക്വാഡ്രന്റ് ആണ്. കോസിന്റെ വാല്യൂ എന്ന് പറയുമ്പോൾ അവിടെ നെഗറ്റീവ് ആണ് വരുന്നത്. തേർഡ് ക്വാഡ്രന്റില് ടാനും കൂട്ടും മാത്രമേ ഉള്ളൂ പോസിറ്റീവ്, അപ്പൊ അവിടെ നെഗറ്റീവ് ആണ് വരുന്നത്. മൈനസ് കോസ് എക്സ് വന്നു. കോസ് ഓഫ് മൈനസ് എക്സ്, കോസ് ഓഫ് എ നെഗറ്റീവ് ആംഗിൾ ഈസ് പോസിറ്റീവ്. നമ്മൾ പഠിച്ചതാണ്, കോസും അതിന്റെ റെസിപ്രോക്കലും മാത്രമേ പോസിറ്റീവ് ആയിട്ട് വരത്തുള്ളൂ ഇല്ലേ. ദെൻ പൈ മൈനസ് എക്സ്, പൈ മൈനസ് എക്സ് എന്ന് പറയുന്നുണ്ട് അത് സെക്കൻഡ് ക്വാഡ്രന്റ് ആണ്. സൈൻ പോസിറ്റീവ് ആയതുകൊണ്ട് അവിടെ പോസിറ്റീവ് കൊടുത്തു. Then pi by 2 plus x, pi by 2 plus x is also in the second quadrant. അവിടെ സൈനും കോസും കൊസീക്കും മാത്രമേ ഉള്ളൂ പോസിറ്റീവ്, സോ നെഗറ്റീവ് കൊടുത്തു. ഇനി ഇതെന്താ ചെയ്യുന്നത്? ദാറ്റ് ഈസ് മൈനസ് കോസ് സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ മൈനസ് സൈൻ സ്ക്വയർ എക്സ്. മൈനസ് മൈനസ് കട്ടായി പോയി. സൈൻ കോസ് സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ സൈൻ സ്ക്വയർ എക്സ് എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് കോട്ട് സ്ക്വയർ എക്സ്. That is equal to RHS. Clear ആയോ മക്കളെ? ക്ലിയർ ആയോ? ഓക്കെ ഓക്കെ അൻമരിയ. ജിനോ ഓക്കെ അലീന ക്ലിയർ ആയോ? ഓക്കെ ഓക്കെ, കുറച്ചു പേരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്തല്ലോ. ആൻമരിയ, കുറെ ആൻമരിയ, ഏറെ ആൻമരിയാസ് ഉള്ളത് കൊണ്ടായിരിക്കും. താങ്ക് യു. ഓക്കെ, ബോയ്സിനെ ഒന്നും കാണുന്നില്ലല്ലോ. സ്ഥിരമായിട്ട് മെസ്സേജ് അയച്ചുകൊണ്ടിരുന്നവരും ഡൗട്ട് ചോദിച്ചുകൊണ്ടിരുന്നവരൊക്കെ ഇല്ലേ? ഇന്ന് അവധിയിലാണോ? മിസ്സിന് ഇന്ന് നോക്കാനും പറ്റുന്നില്ല. ഇന്ന് മിസ്സിന്റെ ഇത് സ്റ്റക്കായിട്ടും ഇരിക്കും ഇടയ്ക്കിടയ്ക്ക്. ഇത്രയും പേരുണ്ടല്ലോ അനക്ക. ബോയ്സ് ഒന്നും ഇല്ലേ? ദീപു ബിജോയ്, സഞ്ജയ്, മനസ്സിലായോ? ടോണി, അനക്കൊന്നും ഇല്ലല്ലോ. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നിന്നുള്ള ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതായത് നമുക്ക് ഇപ്പോ നമ്മള് 30 ഡിഗ്രി 50 ഡിഗ്രി ഒക്കെ 60 ഡിഗ്രി ഒക്കെ അപ്ലൈ ചെയ്ത അതിന്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. കോസ് 3π/2 പ്ലസ് എക്സ്, നമ്മളത്തെ പോലെ തന്നെയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. LHS is equal to, അഗെയിൻ വീണ്ടും വന്നിരിക്കുകയാണ്, കോസ് 3π/2 പ്ലസ് എക്സ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? 3π/2, ഇതാണ് 3π/2 പ്ലസ് എക്സ് എന്ന് പറയുന്നുണ്ട് ഇവിടോട്ട് വരും അല്ലേ. 3π/2 പ്ലസ് എക്സ് എന്ന് പറയുന്നത് ഏത് ക്വാഡ്രന്റ് ആണ്? ഫോർത്ത് ക്വാഡ്രന്റ് ആണ്. അപ്പൊ കോസ് 3π/2 പ്ലസ് എക്സ് എന്ന് പറയുന്നത് ഫോർത്ത് ക്വാഡ്രന്റ് ആണ്. മനസ്സിലാക്കി പഠിക്കണേ മക്കളെ. മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുകയും വേണം, കാരണം ഇത് ഇച്ചിരി മനസ്സിലാക്കാനുള്ള കാര്യങ്ങളാണ്, അതുകൊണ്ടാണ് കേട്ടോ. കോസ് 3π/2 പ്ലസ് എക്സ്, 3π/2 പ്ലസ് എക്സ് എന്ന് പറയുമ്പോൾ 270 പ്ലസ് എക്സ് ആണ്. ഓക്കെ, 270 പ്ലസ് എക്സ് എന്ന് പറയുമ്പോൾ ഫോർത്ത് ക്വാഡ്രന്റ് ആണ് വരുന്നത്. ഫോർത്ത് ക്വാഡ്രന്റിൽ 3π/2 വരുന്നുണ്ട് നമ്മള് കോ ഫംഗ്ഷൻ ആണ്. കോ ഫംഗ്ഷൻ വരുന്നുണ്ട് അവിടെ സൈൻ ആണ് എഴുതേണ്ടത്, അത് ഓർമ്മ വേണം. 3π/2 വരുമ്പോ കോ ഫംഗ്ഷൻ ആണ്.
യൂസ് ചെയ്യുന്നത്. അപ്പൊ സൈൻ എക്സ് എന്ന് വന്നു. ഓക്കെ, ഇനി നമ്മള് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നോക്കണം. ഇവിടെ ഫോർത്ത് ക്വാഡ്രന്റിൽ കോസ് പോസിറ്റീവ് ആണ്. ഓക്കെ, അതുകൊണ്ട് ഇനി ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. കോസിന്റെ വാല്യൂ കോസ് 3π/2 പ്ലസ് എക്സ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് സൈൻ എക്സ്. ഞാൻ റൈറ്റ് സൈഡിൽ എഴുതുന്നത് കൊണ്ടാണ് ഇവിടോട്ട് എഴുതിയത് കേട്ടോ. ഇനി അടുത്ത് കോസ് 2π പ്ലസ് എക്സ്. കോസ് 2π പ്ലസ് എക്സ്. 2π പ്ലസ് എക്സ് എന്ന് പറയുമ്പോൾ എവിടെ വരും? ദിസ് ഈസ് 2π. 2π എന്ന് പറയുമ്പോൾ 360 ആണ്. 360യുടെ കൂടെ എക്സ് കൂടെ വരുമ്പോ ഇവിടെയാണ് 2π പ്ലസ് എക്സ് വരുന്നത്. അവിടെ എല്ലാം പോസിറ്റീവ് ആണ്. 2π വരുന്നുണ്ട് ഏത് സെയിം ഫംഗ്ഷൻ ആണെന്ന് ഓർമ്മ വേണം. സെയിം ഫംഗ്ഷൻ ആണ്, അപ്പൊ കോസ് എക്സ് തന്നെ വരും. ഓക്കെ, 2π വരുന്നുണ്ട്, സെയിം ഫംഗ്ഷൻ ആണ്. 2π സെയിം ഫംഗ്ഷൻ, അതൊക്കെ അറിഞ്ഞിരിക്കണം മക്കളെ. 3π/2 ദാറ്റ് ഈസ് കോ ഫംഗ്ഷൻ. ഓക്കെ, പിന്നെ പോസിറ്റീവ് ആണോ നെഗറ്റീവ്? 2π plus quadrant ആണ്. 360 plus x, that is in the first quadrant. So all are positive. അപ്പൊ അവിടെ into cos x. Okay, into again cot 3π/2 minus x. Cot 3π/2. Cot 3π/2 minus x. വീണ്ടും പോയി. 3π/2 minus x എന്ന് പറയുമ്പോൾ എന്താ? ഏത് ക്വാഡ്രന്റിലാണ് വരുന്നത്? തേർഡ് ക്വാഡ്രന്റിൽ വന്നു. 3π/2 minus x. That is in the third quadrant. 3π/2 minus x. 3π/2 വരുന്നുണ്ട്, എന്താ ചെയ്യേണ്ടത്? കോ ഫംഗ്ഷൻ ആണ് വരുന്നത്. കോട്ടിന്റെ കോ ഫംഗ്ഷൻ വരുമ്പോ എന്താ വരുന്നത്? ടാൻ വരും. അത് ഓർത്തോണം. ടാന് കണ്ടോ? കോ ഫംഗ്ഷൻ ആണ് ഇവിടെ വരുന്നത്. കോ ഫംഗ്ഷൻ. ഓക്കെ, 3π/2 minus x എന്ന് പറയുമ്പോ ടാൻ എക്സ് ആണ് വരുന്നത്. ഇനിയും ഇവിടെ ഓൾറെഡി നമുക്കറിയാം തേർഡ് ക്വാഡ്രന്റിൽ ടാൻ പോസിറ്റീവ് ആണ്. സോ അത് പോസിറ്റീവ്. സോ ടാൻ ആൻഡ് കോട്ട് ആർ പോസിറ്റീവ്. അതുകൊണ്ട് കണ്ടോ, കോട്ടാണ് നമ്മുടെ കോട്ട് 3π/2 minus x ആണ്. അപ്പൊ തേർഡ് ക്വാഡ്രന്റ് വരുന്നുണ്ട്, അത് പ്രത്യേകം ഓർത്തിരിക്കണം. 3π/2 minus x. 3π/2 വരുമ്പോ കോ ഫംഗ്ഷൻ ആണ്. കോ ഫംഗ്ഷൻ കോട്ടിൻ്റെത് ടാൻ എഴുതി. then 3π/2 minus x എന്ന് പറയുന്നത് ഏത് ക്വാഡ്രന്റ് ആണ്? തേർഡ് ക്വാഡ്രന്റ് ആണ്. 3π/2 270 ആണ്. 270 മൈനസ് വരുന്ന ഉടനെ തേർഡ് ക്വാഡ്രന്റ് ആണ് വരുന്നത്. തേർഡ് ക്വാഡ്രന്റിൽ കോട്ടും ടാനും പോസിറ്റീവ് ആയതുകൊണ്ട് അവിടെ ടാൻ എക്സ് എന്ന് തന്നെ കൊടുത്തു. ഓക്കെ, എക്സാമിന് എഴുതുമ്പോ ഇത് സൈഡിൽ എഴുതിയിട്ട് ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. പക്ഷെ സൈഡിൽ എഴുതി വെക്കണം കേട്ടോ. പ്ലസ് again last one is cot 2π plus x. Cot 2π plus x. That is equal to cot 2π plus x. 2π വരുമ്പോ എങ്ങനെയാ? വീണ്ടും വന്നു. 2π plus x നമ്മൾ ആദ്യം എഴുതിയത് തന്നെയാ അല്ലെ? cos 2π plus x എഴുതിയത് പോലെ തന്നെ 2π വരുമ്പോ എന്താണ് വരുന്നത്? സെയിം ഫംഗ്ഷൻ. 2π വരുമ്പോ സെയിം ഫംഗ്ഷൻ തന്നെ വരും. അപ്പൊ കോട്ട് 2π പ്ലസ് എക്സ് എന്ന് പറയുമ്പോ കോട്ട് എക്സ് തന്നെയാണ് വരുന്നത്. 2π വന്നപ്പോ സെയിം ഫംഗ്ഷൻ. ഓർത്തോണം മക്കളെ, പൈ 2π 3π ഇങ്ങനെ വരുമ്പോ പ്ലസോ മൈനസോ ചേർത്തിട്ട് ഏത് വന്നാലും സെയിം ഫംഗ്ഷൻ തന്നെ എഴുതണം. π/2 3π/2 അങ്ങനെ വരുന്നതല്ലേ നമ്മൾ എന്ത് ചെയ്യും? ഫംഗ്ഷൻ ആണ്. കോ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ഇവിടെ സെയിം ഫംഗ്ഷൻ ആണ് വരുന്നത്. അത് എപ്പോഴും ഓർത്തിരിക്കുക. പിന്നെ നമ്മൾ സൈനും കൂടെ നോക്കണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ആ രണ്ട് കാര്യങ്ങള് ഇവിടെ നോക്കിയെങ്കിലേ അത് കറക്റ്റ് ആവത്തുള്ളൂ. 2π പ്ലസ് എക്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് ക്വാഡ്രന്റിലാണ്. കോട്ട് 2π വന്നുകൊണ്ട് സെയിം ഫംഗ്ഷൻ തന്നെ. ഇനി ഫസ്റ്റ് ക്വാഡ്രന്റിൽ എല്ലാം പോസിറ്റീവ് ആണ്. സോ ദിസ് ഈസ് കോട്ട് എക്സ്. ഇത്രേ ഉള്ളു കാര്യം. ഓക്കെ, ഇനി എന്താണ്? ടാൻ എക്സ് പ്ലസ് കോട്ടെക്സിനെ നമ്മൾ മാറ്റണം. ഇവിടെ സൈൻ എക്സിലും സൈനിലും കോസിലും തന്നെയാണ് കിടക്കുന്നത്. അതിനെ മാറ്റേണ്ട ആവശ്യമില്ല. ദാറ്റ് ഈസ് ഇക്വൽ. നമുക്ക് 1 ആണ് കിട്ടേണ്ടതെന്നുള്ള ഒരു ഓർമ്മ വേണം. നമ്മൾ എപ്പോഴും RHSലേക്ക് ഒരു നോട്ടം കൂടെ വേണം. കാരണം വെറുതെ ഇപ്പം സൈനിന്റെ കോസിന്റെ ഒക്കെ ക്വസ്റ്റ്യൻ ഇപ്പൊ 10th വരുന്നുണ്ട്.
ചുമ്മാ അങ്ങ് ചെയ്തു പോകും. കാരണം നമുക്ക് കിട്ടിയത് വെച്ചിട്ട് അങ്ങ് ചെയ്യുക. പക്ഷെ എപ്പോഴും സാധാരണ മിസ്സൊക്കെ ആണെങ്കിലും പണ്ട് അങ്ങനെയായിരുന്നു, നമുക്ക് അറിയത്തില്ലല്ലോ. നമ്മൾ കിട്ടിയത് വെച്ച് സൈനിനെ കോസാക്കി അങ്ങോട്ട് ബ്രാക്കറ്റ് കൊടുത്തു ഇങ്ങോട്ട് കൊടുത്തു ഒക്കെ ചെയ്യും. പക്ഷെ ശരിക്കും നമ്മൾ റൈറ്റ്സ് നമുക്ക് എന്തേ, അല്ലാതെ നമ്മൾ കുറെ കാട് കയറി അങ്ങോട്ട് പോയിട്ട് ഒരു കാര്യമില്ല. അപ്പൊ ഇവിടെ നോക്കണം, നമുക്ക് ഈ സൈൻ എക്സ് കോസ് എക്സ് അവിടെ തന്നെ നിന്നോട്ടെ. ടാനിനെയും കോട്ടിനെയും നമുക്ക് സൈനിലോട്ടും കോസിലോട്ടും ആക്കാമെങ്കിൽ എന്തെങ്കിലുമൊക്കെ അവിടെ സംഭവിക്കാമായിരിക്കാം. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സ് ഇൻറ്റു, ഇതെല്ലാം വേറെ വേറെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നിങ്ങൾ നോക്കണം കേട്ടോ. ടാൻ എക്സിനെ നമുക്ക് സൈൻ എക്സ് ബൈ കോസ് എക്സ് എന്ന് എഴുതാം. പ്ലസ് കോട്ടെക്സിനെയോ കോസ് എക്സ് ബൈ സൈൻ എക്സ് എന്ന് എഴുതാം, തിരിച്ചെഴുതാം. ടാനിന്റെ റെസിപ്രോക്കൽ അല്ലേ കോട്ട് വരുന്നത്, ആണല്ലോ. ദാറ്റ് ഈസ് ഈക്വൽ ടു സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സ് ഇൻറ്റു, ഇവിടെ നമുക്ക് എൽസിയം എടുക്കണം, സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സ്. അപ്പൊ തന്നെ നമുക്ക് ഒരു കാര്യം തീരുമാനമായി, സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സ് കട്ടായി പോകും അല്ലേ. ഇവിടുത്തെ സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സും അവിടുത്തെ സൈൻ എക്സ് കോസ് എക്സും കൂടെ കട്ടായി പോയി. പിന്നെ ഇവിടെ എൽസിയം എടുക്കുമ്പോൾ എന്നാ സംഭവിക്കുന്നത്, ഈ സൈൻ എക്സും കൂടെ ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ വരും ഇല്ലേ. അപ്പൊ എന്നാ ചെയ്യുന്നത്, സൈൻ സ്ക്വയർ എക്സ് ആവും പ്ലസ് കോസ് സ്ക്വയർ എക്സ് വരും. എൽസിയം എടുക്കാനൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. കോസ് എക്സ് ഇൻറ്റു സൈൻ എക്സ് എൽസിയം എടുത്തു. അപ്പൊ ഇവിടെ എൽസിയം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ എന്ത് സംഭവിക്കും, ഇവിടെ കോസ് എക്സ് ഡിനോമിനേറ്ററിലുണ്ട്, കോസ് എക്സും കൂടെ കട്ടായി പോയിട്ട് ബാക്കി സൈൻ സ്ക്വയർ എക്സ് വരും ഇല്ലേ. നിങ്ങൾ ഇങ്ങനെ ഓർത്താൽ മതി. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ്, സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ആൻസർ കിട്ടി നമുക്കിപ്പോ. ഈ സൈൻ എക്സ് കോസ് എക്സും കൂടെ കട്ടാക്കി സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഈസ് ഈക്വൽ ടു 1 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ആണല്ലോ. ഇപ്പൊ എന്താ ചെയ്തത്, നമ്മൾ 3π/2 പ്ലസ് എക്സും 2π പ്ലസ് എക്സിനെയൊക്കെ ഒന്ന് മാറ്റി റിഡക്ഷൻ ഫോർമുല അവിടെ അപ്ലൈ ചെയ്തു. അത് മനസ്സിലായോ എല്ലാവർക്കും? 3π/2 പ്ലസ് വരുന്നുണ്ട്, അത് 4th ക്വാഡ്രന്റ് ആണെന്ന് ഓർമ്മ വേണം. ഇനി 4th ക്വാഡ്രന്റിൽ ഏതൊക്കെയാണ് പോസിറ്റീവ് എന്ന് ഓർമ്മ വേണം. കോസ് പോസിറ്റീവ്, അതുകൊണ്ട് ദാറ്റ് ഈസ് പോസിറ്റീവ്. ഇനി 3π/2 വരുമ്പോ ഏത് ഫംഗ്ഷൻ ആണ്, കോ ഫംഗ്ഷൻ ആണോ അതോ സെയിം ഫംഗ്ഷൻ ആണോ, അതും നമ്മൾ അറിഞ്ഞിരിക്കണം വേണ്ടേ. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോ നമുക്ക് ആൻസർ കിട്ടും. ക്ലിയർ ആണല്ലോ. നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്ന ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് സമയമുണ്ട്. അപ്പൊ ഇത്രയും ക്ലിയർ ആയല്ലോ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായോ മക്കളെ? കുറച്ചെങ്കിലും മനസ്സിലായോ? റെസ്പോൺസ് ഇല്ല, ഞാനപ്പോ അടുത്തത് പഠിപ്പിക്കുക. നിങ്ങൾക്ക് ആർക്കും റെസ്പോൺസ് ഇല്ലല്ലോ, ഒരു മെസ്സേജ് അയക്കുന്നില്ലല്ലോ. ഓക്കെ, then ഓക്കെ ഡൊമിനിക്, സഞ്ജയ്, താങ്ക് യു. ക്ലിയർ ആയി? ഒന്ന് രണ്ടുപേർക്കെങ്കിലും ക്ലിയർ ആയല്ലോ. ദാറ്റ്സ് നിങ്ങൾ ആരും ഒന്ന് ഓക്കെ. മരിയ, ഡൗട്ട് വല്ലതും ഉണ്ടോ ആർക്കെങ്കിലും? ദീപു പോയി. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ മക്കളെ? ഉണ്ടെങ്കിൽ നമ്മൾ നെക്സ്റ്റ് കൺസെപ്റ്റിലേക്ക് പോകുന്നതിന് മുമ്പ് ചോദിക്കുക. എനി ഡൗട്ട്സ്? ഡൗട്ട് വല്ലതും ഉണ്ടെങ്കിൽ ചോദിച്ച് നമുക്ക് ക്ലിയർ ചെയ്തതിന് ശേഷം അടുത്തതിലേക്ക് പോകാനാ. ഓക്കെ, ഡൗട്ട് ഇല്ലാന്ന് വിചാരിക്കുന്നു. അടുത്ത ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ് ഓഫ് സം ആൻഡ് ഡിഫറൻസ് ഓഫ് 2 ആംഗിൾസ്. അത് അടുത്തത് കണ്ടോ. ഇതിനകത്ത് കുറെ കാര്യങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട്. ആദ്യം നമ്മൾ റേഡിയൻ മെഷറിനെ ഡിഗ്രി മെഷറിലേക്ക് മാറ്റാനും വേണ്ടി, അല്ലെ ഡിഗ്രി മെഷറിനെ റേഡിയൻ മെഷറിലേക്ക് മാറ്റാൻ ആർക്ക് ലെങ്ത്, പിന്നെ ഗ്രാഫിൽ നിന്ന് കുറച്ച് കാര്യങ്ങള്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ പഠിച്ചത്? ASTC പഠിച്ചു. ദാറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. ASTC, all are positive, sin പോസിറ്റീവ്, tan പോസിറ്റീവ്, cos പോസിറ്റീവ് ഇല്ലേ? അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ കുറച്ച് നമ്മൾ വാല്യൂസ് പഠിച്ചു. പിന്നെ പഠിച്ചതാണ് റിഡക്ഷൻ ഫോർമുല. ദാറ്റ് ഇസ് വെരി 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 ഇമ്പോർട്ടന്റ്. നെക്സ്റ്റ് ഇയറിലെ ഏറ്റവും കൂടുതൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഇതും കേട്ടോ. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇനി അടുത്ത വർഷം ഇതിന്റെ ഒരു കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോ
ഇതൊക്കെ ക്ലിയർ ആക്കി തന്നെ മുമ്പോട്ട് പോകണം കേട്ടോ. ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ് ഓഫ് സം ആൻഡ് ഡിഫറൻസ് ഓഫ് ടു ആംഗിൾസ്, ഇതിന്റെയൊക്കെ പ്രൂഫ് ഒന്നും ആവശ്യമില്ല കേട്ടോ. അപ്പൊ അതിനെ കുറിച്ച് അത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൽ അതിനെ കുറിച്ച് കിടപ്പുണ്ട്. പക്ഷെ നമ്മൾ അത് പ്രൂഫ് ഒക്കെ വരുമ്പോൾ ഒത്തിരി ഇത് കൺജസ്റ്റഡ് ആവും. അതിന്റെ ആവശ്യം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഇത് അപ്ലൈ ചെയ്യുന്നതേ ഉള്ളൂ. ഈ ഇക്വേഷൻസ് നമ്മൾ ഡയറക്റ്റ് അങ്ങോട്ട് അപ്ലൈ ചെയ്യുക, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോ ഫസ്റ്റ് വൺ ഈസ് സൈൻ എ പ്ലസ്. നമുക്ക് ട്രിഗ്നോമെട്രി ഡിഫറൻസുമായിട്ട് രണ്ട് ആംഗിൾസ് തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ സമ്മും ഡിഫറൻസും ആയിട്ട് എഴുതുക, അല്ലെ ഒരു ആംഗിളിനെ അതിന്റെ രണ്ട് സമ്മായിട്ടും ഡിഫറൻസ് ആയിട്ടും എഴുതി എങ്ങനെ കണ്ടുപിടിക്കാം, അതിന്റെ ഇക്വേഷനാണ് സൈൻ എ പ്ലസ് ബി. ഇത് കാണാതെ പഠിക്കേണ്ടതാണ്, അതുകൊണ്ട് ശ്രദ്ധിച്ച് നോക്കണം. സൈൻ എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി ആണ്. സൈൻ എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? സൈൻ എ ഇൻറ്റു കോസ് ബി. ഇൻറ്റു ഒന്നും പറയണ്ട, സൈൻ എ കോസ് ബി. അപ്പൊ സൈൻ എ പ്ലസ് ബി എന്ന് പറയുമ്പോൾ തന്നെ ഓർത്തോണം, സൈനിൽ തന്നെയാണ് തുടങ്ങുന്നത്. സൈനും കോസും കൂടെ ഉണ്ട് അതിനകത്ത്, അതും കൂടെ ഓർമ്മ വേണം. കണ്ടോ, തിരിച്ചു മറിച്ചും വരികയാണെന്നുള്ള ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. അപ്പൊ സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി ആണ്. ഇനി സൈൻ എ മൈനസ് ബി വരുമ്പോ, സൈൻ എ മൈനസ് ബി വരുമ്പോ ഇതേ സെയിം തന്നെ, പക്ഷെ സൈൻ മാത്രം മാറും. പ്ലസ് ഉള്ളിടത്ത് മൈനസ് ഒന്നും, അത്രേ ഉള്ളൂ ചേഞ്ച്. സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി, ഡയറക്റ്റ് തന്നെയാണ് വന്നിരിക്കുന്നത്. കണ്ടോ, അപ്പൊ ഇവിടെ എ പ്ലസ് ബി വരുമ്പോ സൈൻ പ്ലസ് ആയിരിക്കും, മൈനസ് ബി വരുമ്പോ മൈനസ് ആയിരിക്കും. ഇടയ്ക്കത്തെ സൈൻ ഇമ്പോർട്ടന്റ് ആണ്, കാരണം അടുത്തത് വരുമ്പോ തിരിച്ചാ വരുന്നത്, അതുകൊണ്ടാണ്. സൈൻ എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി. പഠിച്ചല്ലോ, സൈൻ എ പ്ലസ് ബി. ഇതിന്റെ ക്വസ്റ്റ്യൻസ് ഇനി നമ്മൾ ചെയ്യാൻ പോവാണ്. സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി. ഇനി അതുപോലെ തന്നെ സൈൻ എ മൈനസ് ബി. സൈൻ എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി. ഇപ്പൊ ഇത് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം പറയുവാണ്, നിങ്ങൾ ഇന്ന് തന്നെ ആ റിഡക്ഷൻ ഫോർമുല അപ്ലൈ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നുകൂടെ ഒന്ന് തറവാക്കിക്കോണം കേട്ടോ. കാരണം രണ്ട് കൺസെപ്റ്റ് ഒന്നിച്ച് വരുന്ന ഉടനെ നിങ്ങൾക്ക് ഇച്ചിരി ബുദ്ധിമുട്ട് വരുമായിരിക്കും, അതുകൊണ്ട് അത് ശരിക്കും മനസ്സിലാക്കി വെക്കുക. ഇത് കുഴപ്പമില്ല, ഇത് ഡയറക്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി. പക്ഷെ അവിടെ അങ്ങനെയല്ല, അതൊന്നും കൂടെ നന്നായിട്ട് ഏത് ക്വാഡ്രന്റ് ആണ്, അവിടെ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ, ആ രണ്ട് കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കി വെക്കും. ഓക്കെ, ഇപ്പൊ സൈനും കോസും, സൈൻ എ പ്ലസ് ബിയും സൈൻ എ മൈനസ് ബിയും പഠിച്ചല്ലോ. സൈൻ എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി. സൈൻ എ മൈനസ് ബി ഈസ് സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി. ഇനിയിപ്പോ അടുത്ത നമ്മൾ ചെയ്യാൻ പോകുമ്പോൾ മിസ് ചോദിക്കും, അടുത്തത് കോസ് എ പ്ലസ് ബി. കോസ് വരുമ്പോ ഓർത്തേച്ചാൽ മതി, അടുപ്പിച്ച് കോസ് എണ്ണം വരും. പിന്നെ അതായത് കോസ് എ കോസ് ബി. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്, പ്ലസ് ചോദിക്കുമ്പോ കോസ് എ പ്ലസ് ബി എന്ന് പറയുമ്പോ കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി ആണ്. അത് എപ്പോഴും ഓർത്ത് വെച്ചോണം, മിക്കവാറും കുട്ടികൾ തെറ്റിക്കുന്ന ഒന്നാണ്. കോസ് എ പ്ലസ് ബി അവർ എഴുതി വെക്കും, കോസ് എ കോസ് ബി പ്ലസ് സൈൻ എ സൈൻ ബി എന്ന് എഴുതി വെക്കും. ഓർത്തോണം, സൈൻ എ പ്ലസ് ബിയുടെ ഡയറക്റ്റ് പ്ലസ് ആയിരുന്നു നടുക്ക് വന്നിരിക്കുന്നത്. കോസ് എ പ്ലസ് ബി വരുമ്പോ പ്ലസിന്റെ സ്ഥാനത്ത് മിഡിലിൽ എന്ത് വരും? മൈനസ് ആയിരിക്കും. തിരിച്ച് എ മൈനസ് ബി വരുമ്പോ മിഡിലില് പ്ലസും വരും, അത്രയുള്ള കാര്യം. ഓക്കെ, അപ്പൊ കോസ് എ പ്ലസ് ബി ഈക്വൽ ടു കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി. പിടികിട്ടിയല്ലോ, കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി. കോസ് എ കോസ് ബി അടുപ്പിച്ച് വന്നു, സൈൻ എ സൈൻ ബി വന്നു, മൈനസ് വന്നു, പ്ലസിന് പകരം മൈനസ് വന്നു. പ്ലസ് കോസ് എ പ്ലസ് ബി ചോദിക്കുമ്പോ മൈനസ് വരും. ഇനി കോസ് എ മൈനസ് ബി, കോസ് എ മൈനസ് ബി വരുമ്പോ അത് തന്നെ സെയിം കോസ് എ കോസ് ബി പ്ലസ് സൈൻ എ സൈൻ ബി ആവും. ഓർമ്മ ഇരുന്നോണം, മൈനസ് വരുമ്പോ പ്ലസ് ആവും, പ്ലസ് വരുമ്പോ പഠിച്ചു കഴിഞ്ഞാൽ സൈൻ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി. തിരിച്ചും മറിച്ചും വരും, രണ്ടും കൂടി ചേർന്നാണ് വരുന്നത്. സൈനും കോസും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വരും. അപ്പൊ സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി. സൈൻ എ മൈനസ് ബി വരുമ്പോ സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി. പഠിച്ചു കഴിഞ്ഞല്ലോ. ഇനി കോസ് എ പ്ലസ് ബി, കോസ് എ പ്ലസ് ബി വരുന്നുണ്ടേ കോസ് വരുമ്പോൾ രണ്ടെണ്ണം ആദ്യം കോസ് തന്നെ വരും.
പ്ലസ് വരുന്നുണ്ട് മൈനസ് നടുക്ക് വരും, അത്രേ ഓർക്കുക. കോസെ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ കോസെ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി ആണ്. കോസ് എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ കോസെ പ്ലസ് സൈൻ. അവിടെ കിടന്ന് പറഞ്ഞോട്ടെ, ഞങ്ങൾ വേറെ പരിപാടി ചെയ്യുവാണെന്ന് വിചാരിക്കരുത് കേട്ടോ. മിസ് പറയുമ്പോൾ നിങ്ങൾ പഠിക്കാനും വേണ്ടിയിട്ട് ഇത്രയും സ്ലോയി പറഞ്ഞു. അല്ലെ എനിക്ക് സൈൻ എ പ്ലസ് ബി സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി അടുത്ത ഇക്വേഷൻ പറഞ്ഞു അടുത്ത ക്വസ്റ്റ്യൻ അങ്ങ് ചെയ്താൽ മതി. നിങ്ങൾക്ക് അത് ഇച്ചിരി കൂടെ ഒരു ഇതാവട്ടെ എന്ന് വിചാരിച്ചിട്ട് അത്രയും സമയം എടുക്കുന്നത്. ദെൻ അപ്പൊ സൈനും കോസും പഠിച്ചു കഴിഞ്ഞു. അടുത്തത് ടാൻ എ പ്ലസ് ബി ആൻഡ് ടാൻ എ മൈനസ്. ടാൻ ഒക്കെ വരുന്നുണ്ട് നമ്മള് എന്താ പറയുന്നത്, കോഷ്യന്റ് ഫോമിലാണ് വരുന്നത്. അതായത് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഉണ്ടായിരിക്കും, അത് ഓർമ്മ വേണം കണ്ടോ. അപ്പൊ ടാൻ എ പ്ലസ് ഇതൊക്കെ നിങ്ങൾ ഇനി അങ്ങ് പഠിച്ചോളും. അടുത്ത വർഷമൊക്കെ ആകുമ്പോൾ ഇതൊക്കെ കാണാതെ അങ്ങ് ചെയ്യുമ്പോൾ നമ്മൾ താനെ അങ്ങ് വന്നോളും കേട്ടോ. ടാൻ എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ ടാൻ എ പ്ലസ് ടാൻ ബി ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ എ ടാൻ. ഓക്കെ, ടാൻ എ മൈനസ് ബി ഈസ് ടാൻ എ മൈനസ് ടാൻ ബി ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ എ ടാൻ ബി. ഇവിടെ നേരത്തെ പോലെ തന്നെ ടാൻ എ പ്ലസ് ടാൻ ബി പ്ലസ് വരുമ്പോൾ ന്യൂമറേറ്ററിൽ പ്ലസ് ആണ് വരുന്നത്, ഡിനോമിനേറ്ററിൽ മൈനസും. ടാൻ എ പ്ലസ് ബി, ടാൻ എ പ്ലസ് ടാൻ ബി ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ എ ബി. ടാൻ എ മൈനസ് ബി വരുമ്പോ അതിന്റെ സൈൻ ചേഞ്ച് ചെയ്തു, പ്ലസ് ഉള്ളിടത്ത് മൈനസ് വന്നു, മൈനസ് ഉള്ളിടത്ത് പ്ലസ് വന്നു. അപ്പൊ ഇത് ഓർത്ത് വെച്ചാൽ മതി. ടാൻ എ മൈനസ് ബി വരുമ്പോ ന്യൂമറേറ്ററിൽ മൈനസ് വരും, പ്ലസ് ആണെങ്കിൽ ന്യൂമറേറ്ററിൽ പ്ലസ് വന്നു, ഡിനോമിനേറ്ററിൽ മൈനസ് വന്നു. ഓക്കെ, പഠിച്ചല്ലോ അത്. ടാൻ എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ ടാൻ എ പ്ലസ് ടാൻ ബി ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ എ ടാൻ ബി ആണ്. മൈനസ് വരുമ്പോൾ ടാൻ എ മൈനസ് ടാൻ ബി ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ എ ടാൻ. ഇനി അടുത്തത് എന്താണ്, കോട്ട് എ പ്ലസ് ബി. കോട്ട് എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ കോട്ട് എ കോട്ട് ബി മൈനസ് 1 ഡിവൈഡഡ് ബൈ കോട്ട് ബി പ്ലസ് കോട്ട് എ. അതൊന്ന് ഇതായിട്ട് പഠിച്ചോണം. കോട്ട് എ ഇതിനെ തന്നെ കണ്ടോ, നമ്മുടെ ഡിനോമിനേറ്റർ ന്യൂമറേ ഇവിടെ ഒരു ചേഞ്ച് വന്നേ ഉള്ളൂ. എന്താണ്, മിനിറ്റ്, ഇവിടുത്തെ ടാൻ എ പ്ലസ് ടാൻ ബി കണ്ടോ, അതുപോലെ കോട്ട് എ പ്ലസ് കോട്ട് ബി എന്നുള്ളത് ഡിനോമിനേറ്റർ വന്നു. 1 മൈനസ് ടാൻ എ ടാൻ ബി എന്നുള്ളിടത്ത് കോട്ട് എ കോട്ട് ബി മൈനസ് 1 എന്ന് വന്നു. അങ്ങനെ ഇതാക്കി പഠിച്ചാൽ മതി. കോട്ട് എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ കോട്ട് എ കോട്ട് ബി മൈനസ് 1 ഡിവൈഡഡ് ബൈ കോട്ട് ബി പ്ലസ് കോട്ട് എ. കോട്ട് ബി പ്ലസ് കോട്ട് എ എന്നാണ് വരുന്നത് കേട്ടോ. അത് ആംഗിൾ രണ്ടാമത് വരുന്നതാണ് ആദ്യം എഴുതുന്നത്. ഓക്കെ, then cot a minus b is equal to cot a cot b plus 1 divided by cot b minus cot a. മുമ്പത്തെ പോലെ തന്നെ ഇവിടെ വരുമ്പോൾ ഒരു കാര്യമുണ്ട്, കോസിന്റെ കാര്യം പറഞ്ഞ പോലെയാണ്. കോട്ട് എ പ്ലസ് ബി വരുന്നുണ്ട്, ന്യൂമറേറ്ററിൽ മൈനസും ഡിനോമിനേറ്ററിൽ പ്ലസും ആണ് വരുന്നത്. ഇവിടെ വരുമ്പോൾ ന്യൂമറേറ്ററിൽ പ്ലസും ഡിനോമിനേറ്ററിൽ മൈനസും. ഓക്കെ, അത് വെച്ചിട്ടുള്ള 2 ക്വസ്റ്റ്യനും കൂടെ നമുക്ക് ചെയ്യാനുള്ള സമയമുണ്ട്. ഓക്കെ, ഫൈൻഡ് ദ വാല്യൂ ഓഫ് സൈൻ 75 ഡിഗ്രി. അപ്പൊ നമ്മള് സൈൻ 75 ഡിഗ്രി നമുക്ക് അറിയില്ല, കാരണം നമുക്ക് ആകെ അറിയാവുന്നത് 30 ഡിഗ്രി 60 ഡിഗ്രി സ്റ്റാൻഡേർഡ് വാല്യൂസ് ആണ്. അപ്പൊ എന്നാ ചെയ്യണം, നമുക്കറിയാവുന്ന സ്റ്റാൻഡേർഡ് വാല്യൂസിന്റെ സമ്മോ ഡിഫറൻസോ ആക്കി ഇതിനെ എഴുതിയാൽ മതി. ക്ലിയർ? സൈൻ 75 ഡിഗ്രി എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. സൈൻ 75 ഡിഗ്രി. അപ്പൊ നോക്കാം നമുക്ക് സൈൻ 75നെ എങ്ങനെ എഴുതാവുന്നത്. സൈൻ 60 പ്ലസ് 15 എന്നൊന്നും എഴുതി വെച്ചേക്കരുത്, ബിക്കോസ് 15ന്റെ ഡിഗ്രി നമുക്ക് അറിയില്ല. അറിയാവോ? 75 അല്ലേ, സമ്മായിട്ട് എങ്ങനെ വേണേ എഴുതാമെന്ന് വിചാരിക്കരുത്, നമുക്ക് അറിയാവുന്ന സമ്മായിട്ട് എഴുതണം. അപ്പൊ 30 പ്ലസ് 45. ഓക്കെ, എഴുതാമല്ലോ. അപ്പൊ സൈൻ 75നെ ഈക്വൽ ടു എന്തെഴുതുക, സൈൻ 75 ഡിഗ്രി ഇസ് ഈക്വൽ ടു സൈൻ 30 പ്ലസ് 45 അല്ലെങ്കിൽ 45 പ്ലസ് 30. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൂട്ട് എഴുതാം കേട്ടോ, അല്ല ഇങ്ങനെ എഴുതാവുന്നൊന്നുമില്ല. സൈൻ 30 ഡിഗ്രി പ്ലസ് 45 ഡിഗ്രി എന്ന് എഴുതും. ഇപ്പൊ നോക്കിക്കേ,
സൈൻ എ പ്ലസ് ബിയുടെ ഇക്വേഷൻ ആയി. വാട്ട് ഈസ് സൈൻ എ പ്ലസ് ബി? സൈൻ എ പ്ലസ് ബി. ഇവിടെയാണ് നമ്മള് ഇക്വേഷൻ അപ്ലൈ ചെയ്യണം. സൈൻ എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ സൈൻ വരുന്നുണ്ട്, സൈൻ എ കോസ് ബി. സൈൻ വരുന്നത് കൊണ്ട് പ്ലസ് തന്നെയാണ്, പ്ലസ് ആണെങ്കിൽ പ്ലസ്, then cos sin a cos b plus cos a sin b. അതിങ്ങോട്ട് ഡയറക്റ്റ് അങ്ങോട്ട് അപ്ലൈ ചെയ്ത് വാല്യൂ അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി. സൈൻ എ, ഇത് എയും ഇത് ബിയും ആയിട്ട് ഓർത്തോളുക. സിമ്പിൾ അല്ലേ? സൈൻ 30 പ്ലസ് സൈൻ 30 ഇൻറ്റു കോസ് 45 പ്ലസ് കോസ് 30 ഇൻറ്റു സൈൻ 45 ഡിഗ്രി ആണ്. ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് ആൻസർ ഡയറക്റ്റ് കിട്ടും. സൈൻ 30 എന്ന് പറയുമ്പോൾ 1/2 ഇൻറ്റു കോസ് 45 ഈസ് 1/√2 പ്ലസ് കോസ് 30 ഈസ് അഗെയിൻ √3/2 ഇൻറ്റു വാല്യൂ നോക്കിക്കോണം കേട്ടോ, ഈ എഴുതുന്നത് കറക്റ്റ് ആണോ? √3/2 ഇൻറ്റു സൈൻ 45 ഈസ് 1/√2. സൈൻ 45 കോസ് 45 1/√2 അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇത് ചെയ്യുമ്പോൾ ഓർത്തോണം, ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷമാണ് നമ്മൾ അഡീഷൻ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ 1/, ഇവിടെ ക്യാൻസൽ ചെയ്യാനൊന്നും ഇല്ല. അപ്പൊ 1/2√2 പ്ലസ് ഇവിടെ എന്തുണ്ട്? √3/2√2. അപ്പൊ ഇവിടെ 2√2 LCM ആണ്. 2√2 LCM എടുത്തു. അപ്പോൾ എന്തെഴുതി? 1 + √3. ഓക്കെ, ഇത്രയും കൊണ്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഇല്ലെങ്കിൽ √2 റാഷണലൈസ് ദ ഡിനോമിനേറ്റർ ചെയ്തിട്ട് വേണമെങ്കിൽ എഴുതാം. ഓക്കെ, ഇവിടെ വെച്ച് ഇത്രയും ചെയ്ത് വെച്ചാൽ മതി, ഇതിന്റെ ആവശ്യമേ ഉള്ളൂ. ക്ലിയർ ആയല്ലോ? ഇനി അതുപോലെ തന്നെ tan 15 ഡിഗ്രി. tan 15 ഡിഗ്രിയെ നമുക്ക് ഇതുപോലെ തന്നെ എഴുതാം. എങ്ങനെ എഴുതാം? ഏതൊക്കെയായിട്ട് എഴുതാൻ പറ്റും tan 15? ആർക്കും ഒരനക്കവും ഇല്ല. tan 15 എന്ന് പറഞ്ഞാൽ നമുക്ക് 45 - 30 ആക്കാം. വേണമെങ്കിൽ 45 - 30 ആകാം. ഇനി നിങ്ങൾക്ക് മൈനസിലോട്ട് പോകാൻ ഇഷ്ടമില്ല, പ്ലസ് ആക്കാം. എത്ര പ്ലസ് ആക്കി എഴുതാൻ പറ്റുമോ? 15 എഴുതാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പൊ നമ്മൾ ഇതിനെ എങ്ങനെ എഴുതുന്നത്? tan 45 - 30. tan 45 - 30. tan A - tan B അപ്ലൈ ചെയ്യുക. tan A - tan B എന്തുവാ? tan A - tan B യുടെ ഇക്വേഷൻ എന്തുവായിരുന്നു? tan A tan B tan A - B is equal to tan A - tan B. കണ്ടോ, മൈനസ് തന്നെയാ വരുന്നത്. ടാൻ വരുമ്പോ സെയിം ഇത് മൈനസ് തന്നെ വരും. 1 - tan A tan B അല്ലേ? സോറി, പ്ലസ്. ഇവിടെ മൈനസ്, താഴെ പ്ലസ്. tan A tan. അപ്പൊ ഇവിടെ tan 45 - tan 30. ഇത് എയും ഇത് ബി ആയിട്ട് എഴുതി വെച്ചാൽ മതി. ഡിവൈഡഡ് ബൈ 1 + tan 45 into tan 30. That is equal to tan 45 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 മൈനസ് അല്ലേ? tan 30 is 1/3 divided by 1 +
tan 45 into tan 30. Tan 45 again 1 into 1 by root. Okay, that is equal to എന്നാ സംഭവിക്കുന്നത് 1 minus 1 by root 3. ഇവിടെ root 3 നമുക്ക് LCM എടുക്കാം. അപ്പൊ root 3 minus 1 divided by root 3 all divided by 1 plus 1 by root 3 എവിടെയും വരുന്നത് 1 into 1 by root 3 എന്ന് പറഞ്ഞാൽ 1 by root 3 തന്നെ. That is again 1 root 3 plus 1 by root 3. That is equal to root 3 and cancel out. That is root 3 minus 1 divided by root 3 plus 1. ഇത്രയും ചെയ്താൽ മതി. പക്ഷെ ഇതിനെ ഒന്നും കൂടെ നമുക്ക് റാഷണലൈസ് ചെയ്തിട്ട് നോക്കാം. റാഷണലൈസ് ചെയ്ത് എടുത്ത് നോക്കാം. ഒരു മിനിറ്റ്. എങ്ങനെയാ റാഷണലൈസ് ചെയ്യുന്നത്? ഇത്രയും കിട്ടിയത് മനസ്സിലായോ? എന്താ അവിടെ ചെയ്തത്? വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. 1 minus 1 by root 3 divided by 1 plus 1 by root 3 ആണ് കിട്ടിയത്. അപ്പൊ root 3 LCM എടുത്തു. അപ്പൊ root 3 ഇങ്ങോട്ട് പോകും അല്ലെ? LCM എടുക്കുമ്പോൾ root 3 minus 1 divided by root 3 root 3 plus 1 divided by root 3 root 3 ക്യാൻസൽ ആയിട്ട് വന്നു. ഇനി ഇത് റാഷണലൈസ് ചെയ്യുമ്പോ എന്നാ ചെയ്യുന്നത്? കോഞ്ചുഗേറ്റ് കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. ഡിനോമിനേറ്ററിന്റെ കോഞ്ചുഗേറ്റ് കൊണ്ട് രണ്ടിടത്ത് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ ഇങ്ങനെ വരും root 3 minus 1 divided by root 3 plus 1 അവിടെ കിടപ്പുണ്ട്. ഓക്കെ ആണല്ലോ. ഇനി ഈ ഡിനോമിനേറ്ററിന്റെ കോഞ്ചുഗേറ്റ് കൊണ്ടാണ്, അതായത് root 3 minus 1 കൊണ്ട് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്തു. root 3 minus 1 കൊണ്ട് ഈ ഡിനോമിനേറ്ററിന്റെ കോഞ്ചുഗേറ്റ് കൊണ്ട്. റാഷണലൈസിങ് ദ ഡിനോമിനേറ്റർ എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. റാഷണലൈസ് the denominator. ഇത് നിങ്ങൾ കൊച്ചു ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇത് a minus b into a minus b, നമുക്ക് അതിനെ root 3 minus 1 the whole square എന്ന് എഴുതാം. രണ്ടു പ്രാവശ്യം സെയിം വന്നിരിക്കുകയല്ലേ. ഇവിടെ a plus b into a minus b, ഇത് a minus b the whole square വന്നു. ഇത് a plus b into a minus b, that is a square minus b square. കണ്ടോ? അപ്പൊ root 3 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇത് a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആ വരുന്നത് കേട്ടോ. a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി, a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അപ്പൊ ഇത് a മൈനസ് ബി ഹോൾ സ്ക്വയർ എന്തോ വരുന്നത്? root 3 സ്ക്വയർ മൈനസ് 2 ഇൻറ്റു root 3 ഇൻറ്റു 1 പ്ലസ് 1 ന്റെ സ്ക്വയർ എന്ന് വരും. a സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ root 3 സ്ക്വയർ എന്ന് പറയുമ്പോൾ 3 ആണ്. 3 മൈനസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു root 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3 മൈനസ് 2 root 3 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 3 മൈനസ് 1 ഈസ് 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 3യും 1ഉം കൂടെ ആഡ് ചെയ്യാം നമുക്ക്. 4 മൈനസ് 2 root 3 ഡിവൈഡഡ് ബൈ 2. ഇതിനകത്ത് മൂന്നിനകത്തും നമുക്ക് 2 കോമൺ ആയിട്ട് എടുക്കാനുണ്ട്. ഇല്ലെങ്കിൽ ന്യൂമറേറ്ററിനകത്ത് ഒന്ന് 2 കോമൺ എടുത്തിട്ട് കട്ട് ചെയ്താലും മതി. അങ്ങനെ ചെയ്യാം. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകാനും വേണ്ടി 2 ഞാൻ ന്യൂമറേറ്ററിൽ കോമൺ എടുത്തു, കാരണം ഇവിടെ 2 ഉള്ളത് കൊണ്ട്. അപ്പൊ ഇവിടെ 2 മൈനസ് root 3 എന്ന് വരും ഡിവൈഡഡ് ബൈ 2 വരും. ഈ 2ഉം 2ഉം കൂടെ ക്യാൻസൽ ആയി ബാക്കി വരുന്നത് 2 മൈനസ് root 3. ക്ലിയർ ആയോ? കൺജസ്റ്റഡ് ആയോ? മനസ്സിലായല്ലോ? tan 15 ഡിഗ്രി എന്ന് പറഞ്ഞാൽ tan 45 ഡിഗ്രി മൈനസ് 30. ഓക്കെ ദീപുവിന് മനസ്സിലായി. വേറെ എല്ലാവർക്കും ബാക്കി എല്ലാവർക്കും മനസ്സിലായോ? നമ്മൾ ഇക്വേഷൻ ഡയറക്റ്റ് അപ്ലൈ ചെയ്തു, വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു, LCM എടുത്തു, റാഷണലൈസ് ദ ഡിനോമിനേറ്റർ ചെയ്തു. ഓക്കെ, അപ്പൊ ബാക്കി ഇതേപോലത്തെ 2 ക്വസ്റ്റ്യൻ ഉണ്ട്. മക്കൾക്ക് ഞാൻ അയച്ചു തരും. നിങ്ങൾക്ക് നോട്ട്സ് അയച്ചു തരുമായിരിക്കുമല്ലോ.
ഇല്ലെങ്കിൽ എഴുതി വെച്ചോണം കോസ് 15 ഡിഗ്രി ആൻഡ് ടാൻ 75 ഡിഗ്രി. സെയിം മെത്തേഡ് തന്നെ മക്കൾ അത് ചെയ്തു വെച്ചേക്കണം. അടുത്ത ക്ലാസ്സിൽ ആൻസർ മിസ് ചോദിക്കും. ഓക്കെ, ടൈമായി. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും. ഇത് വാല്യൂ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അതുകൊണ്ട് പഠിക്കാം. നെക്സ്റ്റ് ക്ലാസ്സിൽ ഇനി നമുക്ക് മീറ്റ് ചെയ്യാം. ഓക്കെ ഓക്കെ മക്കളെ, താങ്ക് യു. ടീച്ചർ. താങ്ക് യു.